ചാപ്റ്റർ നമ്പർ 2 ഡിഡക്ഷൻസ് ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം. ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയില്ലേ? എടാ നിങ്ങളിപ്പോൾ GTI വരെ കാണാൻ പഠിച്ചു. എങ്ങനെ GTI വരെ കണ്ടത്? ഇൻകം ഫ്രം സാലറി കമ്പ്യൂട്ട് ചെയ്തു, HP കമ്പ്യൂട്ട് ചെയ്തു, പിന്നെ PGBP, ദെൻ ക്യാപിറ്റൽ ഗെയിൻ, ദെൻ ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്താൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ പഠിച്ചു. വാട്ട് ഈസ് GTI? 2 മാർക്ക് ക്വസ്റ്റ്യനാ. വാട്ട് ഈസ് GTI? വാട്ട് ഈസ് ഗ്രോസ് ടോട്ടൽ ഇൻകം? ഇറ്റ്സ് എ സം ടോട്ടൽ ഓഫ് 5 ഹെഡ്സ്. ഏതൊക്കെ? സാലറി, HP, PGBP, ക്യാപിറ്റൽ ഗെയിൻ. വാട്ട് ഈസ് ടോട്ടൽ ഇൻകം? വാട്ട് ഈസ് ടോട്ടൽ ഇൻകം? വാട്ട് ഈസ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന് ആൻസർ നിങ്ങൾ പറഞ്ഞു. അടുത്ത ചോദ്യം എന്താ? വാട്ട് ഈസ് ടോട്ടൽ ഇൻകം? അതിൻ്റെ ഉത്തരം അറിയണമെങ്കിൽ നമ്മൾ എന്തും കൂടി പഠിക്കണം. ഈ GTIനോട് നമ്മൾ എന്ത് ലെസ് ചെയ്യും? ലെസ് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C ടു 80U. എടാ 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻ ലെസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടോട്ടൽ ഇൻകം ഈസ് ടാക്സബിൾ ഇൻകം. നമുക്കറിയാലോ. എടാ ടോട്ടൽ ഇൻകം 2.5 കടന്നാലാണ് ഇന്ത്യയിൽ എന്തുള്ളത്? ടാക്സ് ഉള്ളത്. ഇപ്പോൾ ഒരാൾക്ക് 10 ലക്ഷം GTI ഉണ്ട്, 8 ലക്ഷം ഡിഡക്ഷൻ ഉണ്ട്. അപ്പോൾ അയാൾ ടോട്ടൽ ഇൻകം എത്ര? ഇന്ത്യയിൽ ടാക്സ് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ടാക്സ് ഉണ്ടോ ഇല്ലയെന്ന് നോക്കാം. GTI വെച്ചിട്ടാണോ TI വെച്ചിട്ടാണോ? TI ആണ്. GTI അല്ല നോക്കുക. എന്താ നോക്കാം? TI എത്ര ക്രോസ് ചെയ്താലാണ് ടാക്സ് ഉള്ളത്? 2.5 lakhs. ഇയാൾക്ക് ടാക്സ് ഉണ്ടോ ഇന്ത്യയിൽ? ഇല്ല. 2.5 lakhന്റെ അടിയിലാണ്. കാരണം എന്താ? ഡിഡക്ഷൻസ് ഉണ്ടായിരുന്നു. ഇത് ഓക്കെ അല്ലേ? ഇപ്പോൾ ഡിഡക്ഷൻസ് എവിടെ അപ്ലൈ ചെയ്യാമെന്ന് കാണിക്കാനാണ് ഞാനിത് ചെയ്തത്. നമ്മളെ 3rd ചാപ്റ്റർ ഇല്ലേ? ഞാൻ വീണ്ടും പറയുന്നത്, എല്ലാ ചാപ്റ്റർ പഠിക്കുന്നതും 3rd ചാപ്റ്ററിലേക്കാണ്. 3rd ചാപ്റ്ററിൽ ക്ലബിംഗ് ഉണ്ടാവും, 3rd ചാപ്റ്ററിൽ സെറ്റ് ഓഫ് ഉണ്ടാവും, 3rd ചാപ്റ്ററിൽ ഡിഡക്ഷൻസ് ഉണ്ടാവും. 3rd ചാപ്റ്ററിന്റെ പേരെന്താ അറിയാം? കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം. കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തറിയണം? ഡിഡക്ഷൻസ് അറിയണം. ഇതറിയാത്തൊരു കുട്ടിക്കും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. അത് ഞാൻ ഗ്യാരണ്ടി തരാം. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണോ, നിങ്ങൾക്ക് നിർബന്ധമായിട്ട് അറിയേണ്ട ചാപ്റ്ററാണ് ഏത്? ഡിഡക്ഷൻ അറിയേണ്ട എങ്ങനെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യും. നല്ലോണം ശ്രദ്ധിക്കണേ. ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാണ്ട് എങ്ങനെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യും? ശരിയല്ലേ? ഇവിടെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട എന്താ? ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തറിയണം? ഡിഡക്ഷൻസ്. അപ്പോൾ ചാപ്റ്റർ നമ്പർ 2 പഠിക്കാത്തടത്തോളം കാലം ചാപ്റ്റർ നമ്പർ 3 സ്വപ്നങ്ങളിൽ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല. അത് സ്കിപ്പ് ചെയ്താൽ ഇൻകം ടാക്സ് ഫുള്ള് സ്കിപ്പ് ചെയ്യുന്നതിന് തുല്യമാണ് ഡിഡക്ഷൻസ്. കാരണം ഡിഡക്ഷൻ ഇല്ലാത്ത ഒരൊറ്റ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ കാണിച്ചു തരാൻ കഴിയില്ല. ഇപ്പോൾ ഡിഡക്ഷൻ പഠിക്കാണ്ട് 10 മാർക്ക് നിങ്ങൾക്ക് നോക്കേ വേണ്ട. ക്ലിയർ ആണോ? ഞാൻ ഇത്ര ഇത് പറയാൻ കാരണം എന്താ അറിയോ? വിത്തൗട്ട് ഡിഡക്ഷൻ ഈ കൊല്ലത്ത് ഇൻകം ടാക്സ് നിങ്ങൾ നോക്കണ്ട, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഡിഡക്ഷൻ വിത്ത് ഡിഡക്ഷൻ മാത്രമേ ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അത് ഓക്കെ അല്ലേ? ഡിഡക്ഷൻ മാത്രം 5 മാർക്കിന് ചോദിക്കുകയും ചെയ്യും. 80C, 80G ഇതെല്ലാം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. ഇതെല്ലാം ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഓക്കെ അല്ലേ? എടാ ഇവിടെ നോക്ക്. ഞാനിത് ഇത്രയും പറഞ്ഞു തന്നത് എന്തിനാ നിങ്ങൾക്ക് മനസ്സിലായോ? എന്തിനാ പറഞ്ഞു തന്നത്? ഒന്ന്, ഡിഡക്ഷൻ എവിടെ അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 2, ഡിഡക്ഷൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ വെറുതെ ഇരിക്കുന്ന പോലെ ആയിട്ട് തോന്നും. കാരണം ഒന്നും മനസ്സിലാവില്ലല്ലോ. എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷം വരാണ്ടിക്കൊന്നും വേണ്ട കേട്ടോ. ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യും, അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യും. നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചു തന്നാൽ മതി. ഡിഡക്ഷന് പൊതുവേ ഡ്രൈ ആയിട്ട് ഫീൽ ആവുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്കൊരു ധാരണ ഉണ്ട്. എന്നാൽ നമുക്കത് അങ്ങ് മാറ്റിയിട്ട് കോഡ് വെച്ച് അങ്ങ് പഠിച്ച് പെട്ടെന്ന് തീർക്കാം. കോഡ് വെച്ചിട്ടോ പഠിക്കാൻ പോണേ. കോഡാണ്, നോക്കിക്കോ. 80C ആണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. C ഫോർ കോൺട്രിബ്യൂഷൻ. എന്താണ് C ഫോർ കോൺട്രിബ്യൂഷൻ? അവിടെ നോട്ട് ചെയ്ത് വെച്ചോ. ഷുവർ ക്വസ്റ്റ്യൻ ആണ് 80C. നിങ്ങൾ എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 80C ഇല്ലാതെ ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറും ഇല്ല. 80C ചോദിക്കാത്ത ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറും ഇല്ല. എന്ന് പറഞ്ഞാൽ 80C മാൻഡേറ്ററി ക്വസ്റ്റ്യൻ ആണ്. എന്ത് ക്വസ്റ്റ്യൻ ആണ് എന്ന് പറഞ്ഞാൽ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. എടാ ഇന്ത്യയിലുള്ള ടാക്സ് അടിക്കുന്ന 90% ആൾക്കാർ ഇത് ക്ലെയിം ചെയ്യുന്നുണ്ടാവും 80C. എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. സീൻ്റെ ഷോർട്ട് എന്താണ്? സീൻ്റെ നമ്മൾ കോഡ് എന്താണ്? C ഫോർ കോൺട്രിബ്യൂഷൻ. ഏതിലേക്കുള്ള കോൺട്രിബ്യൂഷനാ? കോൺട്രിബ്യൂഷൻ ടു PF, SPF, RPF. എന്ത് എലിജിബിൾ അല്ല? URPF എലിജിബിൾ അല്ല. URPFന്റെ ഫുൾ എന്താ? അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. അൺറെക്കഗ്നൈസ്ഡ് എലിജിബിൾ ആവോ? ഇല്ല. പിന്നെ ഏതൊക്കെ എലിജിബിൾ? പേയ്മെന്റ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ആൾക്ക്, ഭാര്യയ്ക്ക്, കുട്ടിക്ക് കിട്ടും. ഫാദറിനും മദറിനും ലൈഫ് ഇൻഷുറൻസ് എടുത്താൽ എലിജിബിൾ അല്ല. ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ ആണെങ്കിലോ എലിജിബിൾ അല്ല. ആദ്യ ക്വസ്റ്റ്യൻ നമ്മൾ 80C ചെയ്യുക.
നമ്മൾ ചെയ്യാൻ പോണ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? 80C. 80Cയിൽ എന്തൊക്കെ ഉണ്ടാവും? ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ എന്തുണ്ടാവും? ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ ഒക്കെ തരും. തെറ്റിക്കാൻ എടുക്കാൻ പറ്റുമോ? ഇല്ല. നോട്ട് എലിജിബിൾ. ലൈഫ് ഇൻഷുറൻസ് ആർക്കൊക്കെ എലിജിബിൾ ആവാം? അസസിക്ക് എലിജിബിൾ ആണ്, ദെൻ വൈഫിന് എലിജിബിൾ ആണ്, ദെൻ കുട്ടികൾക്ക് എലിജിബിൾ ആണ്. ഓക്കെ അല്ലേ? ആർക്കും എലിജിബിൾ അല്ലാത്തത്? പാരൻസിനും ഇൻലോസിനും എന്ന് പറഞ്ഞാൽ ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ ഇതൊന്നും എലിജിബിൾ അല്ല. ആ പോയിന്റ് ഓക്കെ അല്ലേ? ഒരു പോയിന്റും കൂടി ഇതിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതേതാ? ലൈഫ് ഇൻഷുറൻസിന് മാത്രമേ ലിമിറ്റ് ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന എമൗണ്ടോ പോളിസിന്റെ 10% വിച്ച് എവർ ഈസ് ലോവറെ ഡിഡക്ഷൻ കിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ 1 ലക്ഷം റുപ്യന്റെ പോളിസി ഞാൻ എടുത്തത്. എത്ര? 1 ലക്ഷം. പോളിസി എമൗണ്ട് 12,000. 12,000 ആണോ കിട്ടുക? പോളിസി എമൗണ്ടിന്റെ എത്രയേ കിട്ടുള്ളൂ? 1 ലക്ഷത്തിന്റെ 10% എത്ര? 10,000 ആണ് മാക്സിമം കിട്ടുക. പോളിസി 10 ലക്ഷം ആണെങ്കിലോ 10% എത്ര? 1 ലക്ഷം. ഞാൻ കൊടുത്തത് എത്ര? 12,000. നമുക്ക് ഫുള്ള് കിട്ടും. പൊതുവെ ചോദിക്കൽ എങ്ങനെയാ? പേയ്മെന്റ് ഓഫ് LIC ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് കിട്ടും. എടാ, പേയ്മെന്റ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് മാത്രമേ ഉള്ളൂ, ഫുള്ള് ക്ലെയിം ചെയ്യാം. പോളിസി എമൗണ്ട് ക്വസ്റ്റ്യൻ എങ്ങാനും തന്നാൽ കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? അതിന്റെ 10% എമൗണ്ട് പെയ്ഡോ വിച്ച് എവർ ഈസ് ലോവർ. ഇതിന് മാത്രമേ കണ്ടീഷൻ ഉള്ളൂ. റൈറ്റ്. നെക്സ്റ്റ് വൺ ഏതാ? സ്ഥിരമായിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒന്നാണ് ഏത്? നിങ്ങൾ ട്യൂഷൻ ഫീസ് ഇല്ലേ, ക്ലെയിം ചെയ്യാം. എത്ര കുട്ടികളത്? 2 ആൾ എന്ന് പറഞ്ഞാൽ ഒരു പാരന്റിന് 2 കുട്ടിന്റെ വരെ എന്ത് ക്ലെയിം ചെയ്യാം? ട്യൂഷൻ ഫീ ക്ലെയിം ചെയ്യാം. പിന്നെ ഏതാ വരുന്നത്? റീപേയ്മെന്റ് ഓഫ്, അടുത്ത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രിൻസിപ്പൽ വാല്യൂ ആണ്, ഇൻട്രസ്റ്റ് വരില്ല. ഇൻട്രസ്റ്റ് എവിടെ ക്ലെയിം ചെയ്യാം? അണ്ടർ സെക്ഷൻ 24B ഇൻകം ഫ്രം HP-യിലാണ്. പ്രിൻസിപ്പൽ എമൗണ്ട് അവിടെ കിട്ടുന്നില്ലല്ലോ. പ്രിൻസിപ്പൽ എമൗണ്ട് ഇവിടെ കിട്ടും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ ഏതാണ്? പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ്, പിന്നെ NSC, പിന്നെ ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ മ്യൂച്വൽ ഫണ്ട്, സുകന്യ സമൃദ്ധി അക്കൗണ്ട്. വളരെ വലിയൊരു ഹെഡാണ് ഇത്. 80C മാത്രം എത്ര ലെങ്തി ആയിട്ടുള്ളൂ? 80C. എടാ, 80C ഷുവർ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് എത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. 80Cയിലാണ് കോൺട്രിബ്യൂഷൻസ് എല്ലാം. വളരെ മൈന്യൂട്ടായിട്ട് നമുക്ക് തോന്നുന്ന എല്ലാ ഡിഡക്ഷൻസ് 80Cയിലുള്ളത്. ട്യൂഷൻ ഫീ 80Cയിലാണ്. നിങ്ങളെ ഹൗസിംഗ് ലോണിന്റെ റീപേയ്മെന്റ് 80Cയിലാണ്. PF സ്ഥിരമായിട്ടുള്ളതല്ലേ? മെജോറിറ്റി ആൾക്കാർ ഇന്ത്യയിൽ PF എടുക്കുന്ന ആൾക്കാരാണ്. അത് 80Cയിലാണ്. ലൈഫ് ഇൻഷുറൻസ് മെജോറിറ്റി ആൾക്കാർ എടുക്കുന്നതാ 80Cയിലാണ്. FD 80Cയിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എവിടെ നോക്കാം? 80Cയിലാണ്. NSC ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു വെക്കാം. ഇത് ഓക്കെ അല്ലേ? ഇനി മൊത്തം ഡിഡക്ഷനും എത്രേ പറ്റുള്ളൂ? ഇമ്പോർട്ടൻ്റ് ആണ്. എത്രേ പറ്റുള്ളൂ? 1,50,000. എടാ, അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും 80C ഓക്കെ ആണോ? ഒന്നും കൂടി പറയാം. 80C എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻസ് ആണ്. ഏതിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ്? ലൈഫ് ഇൻഷുറൻസ്, പിന്നെ ലൈഫ് ഇൻഷുറൻസ്, പിന്നെ PF, SPF, RPF, പിന്നെ ട്യൂഷൻ ഫീ, ഹൗസിംഗ് ലോണിന്റെ റീപേയ്മെന്റ്, FD, ദെൻ NSC, ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ, മ്യൂച്വൽ ഫണ്ട്. ഇതെല്ലാം എന്തിനുണ്ടല്ല വരാം? 80C. ഇതെല്ലാം കൂടി എത്ര നമുക്ക് എലിജിബിൾ ആവുള്ളൂ? 1,50,000. ഇത് ഓക്കെ ആണോ? എടാ, 80Cയിൽ മാക്സിമം എലിജിബിലിറ്റി എത്ര? 1,50,000 ഓർ സം പെയ്ഡ് വിച്ച് എവർ ഈസ് ലോവർ. നമ്മളെ മെറ്റീരിയൽ ക്വസ്റ്റ്യൻ നമ്പർ 14 എടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 14 പെട്ടെന്ന് ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 14 നമ്മളെ മെറ്റീരിയലിൽ, സോറി, റാപ്പിഡ് റിവിഷൻ കിറ്റിൽ ക്വസ്റ്റ്യൻ നമ്പർ 14 നിങ്ങൾക്ക് കാണാം. 80Cയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ അവൈലബിൾ അണ്ടർ സെക്ഷൻ 80C. ചെയ്ത് നോക്ക്, പെട്ടെന്ന് ചെയ്യും. ഇതിൽ ഏതൊക്കെ എലിജിബിൾ? നിങ്ങൾ പറയും ഏതൊക്കെ എലിജിബിൾ? ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം എലിജിബിൾ ആണോ? എടാ, 80Cയിൽ ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ലൈഫ് ഇൻഷുറൻസ് മെജോറിറ്റി ക്വസ്റ്റ്യനിലും ചോദിക്കുന്ന ഹെഡാണ് ഇത്. ലൈഫ് ഇൻഷുറൻസ് എലിജിബിൾ ആണ്. നെക്സ്റ്റ്, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഓഫ് മദർ ഇൻ ലോ. എടാ, മദർ ഇൻ ലോസ് വരോ? ഇല്ല. പാരൻസിന് ആർക്കും എന്തല്ല? എലിജിബിൾ അല്ല. സോ ഇത് എലിജിബിൾ അല്ല, ഇത് എലിജിബിൾ അല്ല, ഇത് എടുക്കരുത്. നെക്സ്റ്റ് വൺ ഏതാ? എടാ, കോൺട്രിബ്യൂഷൻ ടു GPF പറ്റൂലേ? യെസ്, GPF പറ്റും. ഒരേ ഒരു PF പറ്റാത്തുള്ളൂ, അത് URPF ആണ്. എടാ, ഏതാ എലിജിബിൾ അല്ലാത്തത്? URPF. ബാക്കി എല്ലാ പ്രൊവിഡന്റ് ഫണ്ടും എലിജിബിൾ ആണ്. ഇത് എലിജിബിൾ ആണ്. കോൺട്രിബ്യൂഷൻ ടു GPF എലിജിബിൾ ആണ്. റീപേയ്മെന്റ് ഓഫ് അഡ്വാൻസ് ഫ്രം GPF എലിജിബിൾ അല്ല. കോൺട്രിബ്യൂഷൻസ് എലിജിബിൾ. റീപേയ്മെന്റ് ഓഫ് അഡ്വാൻസ് ഫ്രം GPF എന്തല്ല? എലിജിബിൾ അല്ല. നെക്സ്റ്റ്, റീപേയ്മെന്റ് ഓഫ് ഹൗസിംഗ് ലോണിൽ ഏതാ എലിജിബിൾ? ഇൻട്രസ്റ്റ് എലിജിബിൾ ആണോ? ഇൻട്രസ്റ്റ് ഏത് ഹെഡിലാണ് എലിജിബിൾ? HP-യിൽ അണ്ടർ സെക്ഷൻ 24B. ഇവിടെ എലിജിബിൾ അല്ല. പക്ഷെ എന്ത് എലിജിബിൾ ആണ്?
പ്രിൻസിപ്പൽ എമൗണ്ട് എലിജിബിൾ ആണ്. ട്യൂഷൻ ഫീ ഫോർ 3 കിഡ്സ് പറ്റുമോ? മാക്സിമം എത്ര എലിജിബിൾ ഉള്ളൂ? 2. അപ്പോൾ 10,500 ഇൻറ്റു 2 എലിജിബിൾ ഉള്ളൂ. എത്ര വരാം? 21,000. ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ എലിജിബിൾ ആണോ? യെസ്. ഇതാണ് ക്വസ്റ്റ്യൻ. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 80C മാത്രം. 80Cൻ്റെ മാത്രം 5 മാർക്ക് പ്രീവിയസ് ഇയർ ചോദിക്കാറുണ്ട്. 80C. ഓക്കെ, പെട്ടെന്ന് ചെയ്. എടാ, ഇത് എലിജിബിൾ അല്ല എന്ന് പറയുമ്പോഴും 80Cയിലെ എലിജിബിൾ അല്ലാത്തത്. പക്ഷെ ഇത് എന്തിൽ എലിജിബിൾ ആണ്? HP എലിജിബിൾ ആണ്. സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. 80Cയിൽ എലിജിബിൾ അല്ല. 80Cയിൽ എലിജിബിൾ അല്ല. ഓക്കെ, ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C ഏതൊക്കെയാണ് എലിജിബിൾ ആയിട്ടുള്ളത്? ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, ദെൻ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം എലിജിബിൾ ആണ്. ദെൻ ഇവിടെ എത്ര വരുന്നത്? 18,000 അല്ലേ? പിന്നെ ഏതാണ്? കോൺട്രിബ്യൂഷൻ ടു ജി പി എഫ് എത്ര എമൗണ്ട്? 60,000. പിന്നെ റീപേയ്മെന്റ് ഓഫ് ഹൗസിംഗ് ലോൺ ഏത് മാത്രമേ പറ്റുള്ളൂ? റീപേയ്മെന്റ് ഓഫ് ഹൗസിംഗ് ലോണിൽ നിങ്ങൾക്ക് ഏത് മാത്രം ക്ലെയിം ചെയ്യാം? പ്രിൻസിപ്പൽ വാല്യൂ. എത്ര ക്വസ്റ്റ്യനിൽ തന്നത്? പ്രിൻസിപ്പൽ വാല്യൂ 32,000. പിന്നെ ട്യൂഷൻ ഫീ പെയ്ഡ് ഫോർ എത്ര ഒക്കെ എലിജിബിൾ ഉള്ളൂ? ട്യൂഷൻ ഫീ പെയ്ഡ് ഫോർ ഹിസ് 2 ചിൽഡ്രൻ എത്ര ടോട്ടൽ എമൗണ്ട്? 10,500 ഇൻറ്റു 2, 21,000. The last and final subscription for eligible issue of capital. എത്ര ഉള്ളത് എലിജിബിൾ ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ? 43,000. ഇവിടെ 80C ഇരിക്കുന്ന എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയോ? എന്തൊക്കെയാണ് ഉണ്ടാവുക അതിൽ? മെയിൻ ഏതാ? ലൈഫ് ഇൻഷുറൻസ്, PF, റീപേയ്മെന്റ് ഓഫ് ഹൗസിംഗ് ലോൺ, ട്യൂഷൻ ഫീ, ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ, NSC, FD, ഇതൊക്കെ ഇതിലാ വരാം. ക്ലിയർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ ഇതിലുള്ളത്. ശരിയല്ലേ? അതുകൊണ്ട് അത് എത്ര ഇമ്പോർട്ടൻറ്റ്. ഇതെല്ലാം കൂടി എത്ര ഉണ്ടെന്ന് ടോട്ടലേ 1 lakh. ഇത് ഫുള്ള് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? നമ്മളെ റൂൾ എന്താ? 80Cയിൽ ഇതെല്ലാം നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. പക്ഷെ എമൗണ്ടിന് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. 1,50,000 മാക്സിമം ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എത്ര വരാം? റെസ്ട്രിക്റ്റഡ് ടു എടാ എത്രയിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യും? റെസ്ട്രിക്റ്റഡ് ടു 1,50,000 എന്ന് പറഞ്ഞാൽ 1,50,000 ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാം? മാക്സിമം പെർമിസിബിൾ ഡിഡക്ഷൻ എന്ന് പറയുന്നത്. മാക്സിമം പെർമിസിബിൾ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C. ഇത് ഓക്കെ ആണോ? എടാ, ഈ ഇരിക്കുന്ന എല്ലാവർക്കും 80C ഓക്കെ ആണോ? യെസ് ഓർ നോ? എടാ, വളരെ കോമൺ ആയിട്ടുള്ള ഡിഡക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് 80Cയിൽ. ഡൗട്ട് ഇല്ലല്ലോ. അപ്പോൾ മാക്സിമം നമുക്ക് എത്ര കിട്ടാം? 1,50,000 ഓർ എമൗണ്ട് പെയ്ഡ് വിച്ച് എവർ ഈസ് ലോവർ. എടാ, 80C എല്ലാവർക്കും ഓക്കെ ആണോ? യെസ് ഓർ നോ? ഡൗട്ട് ഇല്ല. ഓക്കെ, അപ്പോൾ 80C കംപ്ലീറ്റ് ചെയ്തേ. ഡിഡക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡിഡക്ഷൻ ആരാണ്? 80C ആണ്. അതാണ് കംപ്ലീറ്റ് ചെയ്തത്. എല്ലാവർക്കും ഓക്കെ അല്ലേ? എടാ, ഒന്നും കൂടി പറയണേ. 80Cയിൽ ലൈഫ് ഇൻഷുറൻസ്, പിന്നെ ഏതാ? PF കോൺട്രിബ്യൂഷൻ, പിന്നെ റീപേയ്മെന്റ് ഓഫ് ഹൗസിംഗ് ലോൺ, ഏത് മാത്രം? പ്രിൻസിപ്പൽ വാല്യൂ, ട്യൂഷൻ ഫീ ഫോർ 2 ചിൽഡ്രൻ, ദെൻ FD, ദെൻ NSC, ദെൻ ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ, പിന്നെ ഏതാണ്? മ്യൂച്വൽ ഫണ്ട്, സുകന്യ സമൃദ്ധി അക്കൗണ്ട്. ശരിക്കും 80Cയിൽ ഇത്ര ആണുള്ളത്. 10-50 ലിസ്റ്റ് ഉണ്ട്.
എത്ര ലിസ്റ്റ് ഉണ്ട്? 10-50 ലിസ്റ്റ് ഉണ്ട്. അതിനെ ഷോർട്ടാക്കി പ്രീവിയസ് ഇയർ ഫുള്ള് നോക്കിയിട്ടാണ് ഈ ലിസ്റ്റിലേക്ക് ചുരുക്കിയത്. ഇനി നിങ്ങളിത് എന്ത് ചെയ്യും? നിങ്ങൾ ഷോർട്ടാക്കിയിട്ട് ഒരു 3-4 മാത്രം പഠിച്ചു പോകും. അപ്പം നിങ്ങൾ അതിലേക്ക് നിൽക്കേണ്ട, ഇത് ഫുള്ള് പഠിച്ചോ? ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ ആണോ? ഇനിയും സി ഉണ്ട്. സി 80C മാത്രമല്ല ഉള്ളത്. അടിയിൽ ഏതാ നോക്ക്, 80CC സിമ്പിളാണ്. സർട്ടൈൻ പെൻഷൻ ഫണ്ട്. ഏതാണ്? സർട്ടൈൻ പെൻഷൻ ഫണ്ട്. ഫോർ എക്സാമ്പിൾ പെൻഷൻ ഫണ്ട് ഓഫ് LIC. LICന്റെ പെൻഷൻ ഫണ്ട് ഡിഡക്ഷൻ ചെയ്യാൻ പറ്റുമോ? യെസ്. എത്ര പേരാണ് ക്ലെയിം ചെയ്യാൻ പറ്റുക? സെയിം റൂള്. എത്രയാണ്? സം പെയ്ഡ് ഓർ 1,50,000 വിച്ച് എവർ ഈസ് ലോവർ. എടാ സി ചോദിച്ച് കണ്ടിട്ടേ ഇല്ല, എന്നാലും പഠിച്ചു വെച്ചോ. പെൻഷൻ ഫണ്ടാണ്. ഏത് പെൻഷൻ ഫണ്ടാ? സർട്ടൈൻ പെൻഷൻ ഫണ്ട്. LICന്റെ ഒക്കെ പെൻഷൻ ഫണ്ടുകൾ, റൈറ്റ്? എത്ര വരെ ഡിഡക്ഷൻ എടുക്കാം? സം പെയ്ഡ് ഓർ 1,50,000. ഇപ്പം ഇത് രണ്ടും ഓക്കെ അല്ലേ? സി കംപ്ലീറ്റ് ആയോ? ഇല്ല. ഇനിയും ഏതുണ്ട്? CCD1. എടാ ഇത് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് തീർത്തരാം. ഡൗട്ട് ക്ലിയർ ചെയ്തല്ലേ? മനസ്സിലായി, പ്രശ്നമില്ല, നോ പ്രോബ്ലം. ഓക്കെ, ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടൈം തരാം ഡൗട്ട് ചോദിക്കാനുള്ളത്. ഞാൻ സി ഫുള്ള് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഈ ഇരിക്കുന്ന എല്ലാവർക്കും 80C ഓക്കെ അല്ലേ? CCCO അതിൽ കാര്യമായിട്ടൊന്നുമില്ല, പെൻഷൻ ഫണ്ട് മാത്രമേ ഉള്ളൂ. എത്ര കിട്ടാം? സം പെയ്ഡ് ഓർ 1,50,000. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. D1 ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. D1 എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ പെൻഷൻ സ്കീമാണ്. ആരതാണ്? ഇതും കോൺട്രിബ്യൂഷൻ ആണ്. സി ഫുൾ എന്താണ്? കോൺട്രിബ്യൂഷൻ ആണ്. 80CC D1 എന്താണ്? സെൻട്രൽ ഗവൺമെന്റിന്റെ പെൻഷൻ സ്കീമാണ്. എത്ര കിട്ടാം? മാക്സിമം എത്ര കിട്ടാം? മാക്സിമം സാലറീഡ് എംപ്ലോയി ആണെങ്കിൽ എത്ര കിട്ടും? 10%. സാലറീഡ് അല്ലെങ്കിലോ? GTIന്റെ എല്ലാത്തിനും 1,50,000 ഞങ്ങൾ ലിമിറ്റ് പഠിച്ചത്. എന്നാൽ ഇവിടെ 1,50,000 അല്ല. സാലറീഡ് എംപ്ലോയി ആണെങ്കിൽ സാലറീൻ്റെ 10%. സാലറീഡ് എംപ്ലോയി അല്ലെങ്കിലോ? GTIന്റെ 20%. ഇത് ഓക്കെ ആണോ? എടാ ഞാനൊന്ന് റിവൈസ് ചെയ്യാണ്. 80C ഫുള്ള് റിവൈസ് ചെയ്യാണ്. 80C നിങ്ങൾക്ക് ഓക്കെ ആണ്. CCCO ഏത് പെൻഷൻ ഫണ്ട്? സർട്ടൈൻ പെൻഷൻ ഫണ്ട്. LIC ഒക്കെ പോലെ സെൻട്രൽ ഗവൺമെന്റ് പെൻഷൻ സ്കീം ആണെങ്കിലോ അത് D1 അതേതാണ്? അതിന്റെ ലിമിറ്റ് ഇങ്ങനെ പറയുന്നത്, സാലറിന്റെ 10%, GTIന്റെ 20%. ഇത് ഓക്കെ അല്ലേ? ഇപ്പൊ 3 പഠിച്ചു. ഏതൊക്കെ? 80C പഠിച്ചു, ദെൻ 80C പഠിച്ചു, ദെൻ CCC പഠിച്ചു, ദെൻ CCD1 പഠിച്ചു. ഓക്കെ അല്ലേ? സിയും CD1 എന്ത് റിലേറ്റഡാ? പെൻഷൻ ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ആണ്. ഇത് 3 കൂടി 1,50,000 പറ്റുള്ളൂ എന്ന് പറയുന്ന ഡിഡക്ഷൻ ആണ്. ഏത്? എടാ 80CCE എന്താ അറിയോ? ഇത് 3 കൂടി 1,50,000 പറ്റുള്ളൂ. അതിൽ കൂടുതൽ എലിജിബിൾ അല്ല. ശ്രദ്ധിച്ചില്ലെങ്കിൽ മനസ്സിലാവില്ല, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ കണക്റ്റഡാ. സി ഫുള്ള് കണക്റ്റഡ് ആണ്. 80CCC 80CCD1 എല്ലാം കൂടി ആഡ് ചെയ്യാം. എല്ലാം കൂടി എത്രയേ പറ്റുള്ളൂ? 1,50,000 പറ്റുള്ളൂ എന്ന് പറയുന്ന സെക്ഷൻ ഏതാ? CCE. ഇതിൽ വേറെ ഒന്നും പറയുന്നില്ല. എടാ 80CCE എന്തിനാ അറിയോ? CCC CCD1 3 ഒരാൾക്ക് ഉണ്ട്. എന്നാൽ 3 കൂടി ആഡ് ചെയ്യുക. 3 കൂടി എത്രയേ പറ്റുള്ളൂ? 1,50,000 പറ്റുള്ളൂ. അത് റെസ്ട്രിക്ട് ചെയ്യുന്ന സെക്ഷന്റെ പേരാണ് ഇത് CCE. ഇപ്പൊ 4 പഠിച്ചോ? ഏതൊക്കെ പഠിച്ചു? 80C പഠിച്ചു, CCC പഠിച്ചു, CCD1 പഠിച്ചു. CCE എന്താ? ക്ലെയിം ചെയ്യാന്നല്ല പറയുന്നത്. ഇത് 3 കൂടി 1.5 ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? അപ്പൊ അവിടെ പ്രശ്നം എന്താ അറിയോ? 80Cയിൽ തന്നെ 1.5 ഉണ്ട്. പിന്നെ CCCയും കിട്ടൂല, CCD1 കിട്ടൂല. കാരണം എന്താ? CCE പ്രകാരം എല്ലാം കൂടി 1.5 പറ്റുള്ളൂ. അത് ഓക്കെ ആണോ? ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഈ 4 സെക്ഷൻ ഓക്കെ ആണോ? ഈ സെക്ഷനിൽ ഡൗട്ട് ഇല്ലല്ലോ. എന്താ CCE പറയുന്നത്? 80C പ്ലസ് CCC പ്ലസ് CCD1 റെസ്ട്രിക്റ്റഡ് ടു 1,50,000. 3 കൂടി 1,50,000. ക്ലിയർ ആണോ? ഒരാൾക്ക് സി മാത്രമേ ഉള്ളൂ, 1,50,000 എടുക്കാം. സിയും ഉണ്ട്, CCCയും ഉണ്ട്, 2 കൂടി 1,50,000 എടുക്കാം. ഇത് 3 ഉണ്ട്, 3 കൂടി 1,50,000 എടുക്കാം. ഇത് ഓക്കെ ആണോ? ഇനി D1B ഉണ്ട്. ഏതാണ്? 80CC D1B. അഡീഷണൽ ഡിഡക്ഷൻ എത്ര കിട്ടും? അഡീഷണൽ ഡിഡക്ഷൻ അപ് ടു 50,000. ഇതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം.
നല്ലോണം ശ്രദ്ധിച്ചാലേ മനസ്സിലാവില്ല. ഇത് മനസ്സിലാവണമെങ്കിൽ ശ്രദ്ധിച്ചാലേ മനസ്സിലാവും, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഒരു ഡിഡക്ഷനും കൂടി ഉണ്ട്, 80cc_D2. ഇത് ആരെ ഡിഡക്ഷനാ, ആരെ കോൺട്രിബ്യൂഷനാ? എംപ്ലോയർ കോൺട്രിബ്യൂഷൻ അപ് ടു 10% ഓഫ് സാലറി. ഇത് രണ്ടിനും ഈ റെസ്ട്രിക്ഷൻ ഇല്ല. ഇതെല്ലാം സി ആണ്. സിയിൽ 6 സെക്ഷൻസ് ഉണ്ട്. എത്ര ഉണ്ട്? 6ഉം കണക്റ്റഡ് ആണ്. ഇതെല്ലാം ഇതിനോട് കണക്റ്റഡ് ആണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നും കൂടി ഞാൻ പറയാം. ഇത് മൂന്നും നിങ്ങൾക്ക് ഓക്കെ ആണോ? CCE ഓക്കെ അല്ലേ? D1B എന്താ പറയുന്നത് അറിയോ? D1B എന്താ പറയുന്നത്? അഡീഷണൽ ഡിഡക്ഷൻ എടുക്കാം. ആര് അഡീഷണൽ ഡിഡക്ഷൻ എടുക്കാം? എന്നാ നോക്കിക്കോ, നമുക്കൊന്ന് എക്സാമ്പിൾ നോക്കാം. 80Cയിൽ എത്ര ഉണ്ട്? 1,30,000. 80cc/Cയിൽ എത്ര ഉണ്ട്? 10,000. 80cc/D1ൽ എത്ര ഉണ്ട്? 50,000. ഇതെല്ലാം കൂടി എത്ര ഉണ്ട് നോക്ക്. ഇതെല്ലാം കൂടി എത്ര ഉണ്ട്? 1,90,000. 1,90,000 ക്ലെയിം ചെയ്യാൻ കഴിയോ? ഇല്ല. ആര് കയറി വരും? CCE പ്രകാരം എത്ര ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ? അത് ഓക്കെ ആണോ? അല്ലേ? അത് ഓക്കെ ആണോ? ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഈ D1 ഇങ്ങോട്ട് കിട്ടിയോ? ഇല്ല. ഈ 1,30,000 ഫുള്ള് കിട്ടും. ആദ്യം 80Cന്റെ എമൗണ്ട് അങ്ങോട്ട് എടുക്കാം. ഇതിലെ 10,000 ഇതിലേക്ക് കിട്ടി. അപ്പോൾ എത്രയായി? 1,40,000 ആയി. ഇതിൽ എത്ര ഇങ്ങോട്ട് കിട്ടിയിട്ടുള്ളൂ? 40,000 കിട്ടിയില്ലല്ലോ. D1 കിട്ടാത്ത ആൾക്ക് മാത്രമേ D1B ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. തലേ കയറണേ. ഈ D1 ഫുള്ള് ഇങ്ങോട്ട് വന്നോ? ഇനി എത്ര വരാനുണ്ട്? അപ്പൊ 40,000 D1 കിട്ടിയില്ലല്ലോ. ആ ആൾക്ക് മാത്രമേ എന്ത് ക്ലെയിം ചെയ്യാനുള്ള അവകാശമുള്ളൂ? D1B. എത്ര വരെ ക്ലെയിം ചെയ്യാം? 50,000 ഓർ എത്രയാണോ ബാലൻസ്, വിച്ച് എവർ ഈസ് ലോവർ. ഇവിടെ നീ 40 കൂടിയല്ലേ കിട്ടാനുള്ളത്. അപ്പൊ 40 ക്ലെയിം ചെയ്യാം. ഇനി ഈ എക്സാമ്പിൾ ഞാനൊന്ന് മാറ്റാണ്, നോക്കിക്കോ. നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ 1 lakh ആക്കാണ്. എത്ര? 1 lakh. ഇവിടെ ടോട്ടൽ എത്ര വരും? 2,40,000. ഇത് 1,50,000 കിട്ടുള്ളൂ. ഈ 1 lakh ഫുൾ ഇങ്ങോട്ട് കിട്ടിയോ? കിട്ടിയില്ലല്ലോ. ഇനി എത്ര കിട്ടാണ്ട്? 1 lakh തന്നെ കിട്ടാണ്ടോ, അല്ലെ 90 ആണോ? നോക്കണേ. CC റെസ്ട്രിക്ട് ചെയ്യുക. ആദ്യം ഇതിൽ നിന്ന് എടുക്കാം. ഈ 1,30,000 ഫുൾ ഇവിടെ ഉണ്ട്. ഈ 10,000 ഇവിടെ ഉണ്ട്. ഇതിൽ നിന്ന് എത്ര വന്നിട്ടുള്ളൂ? ഇനി അതിൽ എത്ര കിട്ടാനുണ്ട്? അത് കിട്ടിയിട്ടില്ല. കാരണം 80cc പ്രകാരം അത് എടുക്കാൻ കഴിയില്ല. 80cc അതിനെ റെസ്ട്രിക്ട് ചെയ്യും. എത്രയിലേക്ക്? അപ്പൊ ഈ റെസ്ട്രിക്ഷനിൽ ഇത് പെട്ടോ? പെട്ടു. എത്ര എമൗണ്ട് പെട്ടു? 90,000 കിട്ടാണ്ടായി. യെസ് ഓർ നോ? D1 കിട്ടിയിട്ടില്ലെങ്കിൽ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഡിഡക്ഷൻ ആണ് ഇത്. D1B. എത്ര വരെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം? അപ് ടു. അപ്പൊ ഇവിടെ 90,000 കിട്ടാണ്ട്. പക്ഷെ 90 കിട്ടോ? 50 കിട്ടും അഡീഷണൽ ആയിട്ട്. ഇതാണ് D1B. D1B വേറെ ഒന്നും പറയുന്നില്ല. 80cc റെസ്ട്രിക്ട് ചെയ്തു. റെസ്ട്രിക്ട് ചെയ്തപ്പോൾ ഇത് ഫുള്ള് വന്നിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കൂടി എടുക്കാം. എത്ര വരെ എടുക്കാം എന്ന് പറഞ്ഞാൽ പെൻഷൻ ഫണ്ട് പ്രൊമോട്ട് ചെയ്യാനാണ്. സി ഓൾമോസ്റ്റ് എല്ലാവർക്കും 1,50,000 ഉണ്ടാവും. പിന്നെ ഒരു പെൻഷൻ ഫണ്ടിലേക്ക് കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടോ? ഇല്ല. കിട്ടാൻ വേണ്ടിയിട്ടാണ് D1B. റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ടോ? പേടിക്കേണ്ട. 50,000 എക്സ്ട്രാ എടുത്തോ. ആർക്കേ കിട്ടും? ആർക്കേ കിട്ടുള്ളൂ? D1നെ കിട്ടുള്ളൂ. ആർക്ക് കിട്ടൂല? ഇവർക്ക് രണ്ടാൾക്കും അത് കിട്ടൂല. ഇത് ഓക്കെ ആണോ? ഇനി ഒരു ഒറ്റ എക്സാമ്പിളും കൂടി എടുത്തിട്ട് നമുക്ക് നോക്കാം. ഇത് 30,000 ഉള്ളൂ. ഇപ്പം എത്ര ടോട്ടൽ വരുന്നത്? ഇവിടെ റെസ്ട്രിക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ CCE വേണോ? 1,40,000 ഫുള്ള് ക്ലെയിം ചെയ്യാം. D1Bന്റെ ആവശ്യമുണ്ടോ? വേണ്ട. D1B എപ്പം മതി? ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ മതി. ഇത് ഫുള്ള് കിട്ടിയില്ലേ? ഇതെല്ലാം കൂടി 1,40,000 ഉള്ളൂ. അപ്പോൾ അത് ഫുള്ള് ക്ലെയിം ചെയ്യാം. D1Bന്റെ ആവശ്യമില്ല. D1B ആർക്കേ കിട്ടും? 80cc റെസ്ട്രിക്ട് ചെയ്തു. റെസ്ട്രിക്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ച്? D1 ക്ലെയിം ചെയ്യാൻ പറ്റിയില്ല. അഡീഷണൽ എടുത്തോ. എത്ര വരെ എടുക്കാം? 50,000. ഇവിടെ ഫുള്ള് ക്ലെയിം ചെയ്തില്ലേ? അഡീഷണൽ കിട്ടോ? ഇത്രയേ ഉള്ളൂ. D1B. D1B കണക്റ്റഡാ ആരുമായിട്ട്? D1ഉം CCEയും ആയിട്ട്. ആ റൂള് വെച്ചിട്ടാ D1B. D2 സെപ്പറേറ്റാ. D2 എന്താ? എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യും. ആര്? എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യും. അത് സെപ്പറേറ്റ് എടുക്കാം. ഈ റെസ്ട്രിക്ഷനിലൊന്നും അത് വരുന്നില്ല. ആ ഡിഡക്ഷൻ ഏതാണ്? 80cc/D2 എംപ്ലോയർ കോൺട്രിബ്യൂഷൻ 10% ഓഫ് സാലറി നിങ്ങൾക്ക് എക്സ്ട്രാ എടുക്കാം. എത്ര ആണെങ്കിലും അത് എക്സ്ട്രാ എടുക്കാം. ക്ലിയർ ആണോ? C കംപ്ലീറ്റ് ആയേ. ഏതപ്പോൾ പഠിച്ചത്? C ആണ്. റൂള് നോക്കിക്കോ. 80C എത്ര മാക്സിമം ലിമിറ്റ്? 1,50,000 ഓർ എമൗണ്ട് പെയ്ഡ് വിച്ച് എവർ ഈസ് ലോവർ. CCC
amount paid 1,50,000 whichever is lower. CCD1 employee contribution എത്ര ലിമിറ്റ്? സാലറിന്റെ 10%, GTIന്റെ 20%. CCE എന്താ? ഇത് മൂന്നും കൂടി 1,50,000 എലിജിബിൾ ആവുള്ളൂ. ഓക്കെ അല്ലേ? D1B എന്താ? റെസ്ട്രിക്ട് ചെയ്തപ്പോൾ D1 കിട്ടിയിട്ടില്ലേ, അഡീഷണൽ എടുക്കാം. എത്ര വരെ? 50,000. D2 എന്താ? എംപ്ലോയർ അസസിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത് അത് സെപ്പറേറ്റ് എടുക്കാം. അതെന്ത് ചെയ്യാം? സെപ്പറേറ്റ് എടുക്കാം. എത്ര വരെ? 10% ഓഫ് സാലറി. ഇത്രയാണ് സിയിൽ പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററിലെ ഒരു 50% ഏരിയ അപ്പോൾ കംപ്ലീറ്റ് ചെയ്തത് സി. ഇതാണ് മെജോറിറ്റി ക്വസ്റ്റ്യനിൽ വരാം. സി ആണ് ഫുള്ള് കവർ ചെയ്തത്. ഇത് ഓക്കെ അല്ലേ? ഈസി ആണോ? എടാ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ കവർ ചെയ്തു. ക്ലിയർ ആണോ? ഇതെല്ലാം കണക്റ്റഡ്. ഇനി വരുന്നൊന്നും കണക്റ്റഡ് അല്ല, സെപ്പറേറ്റ് റൂളാണ്. ബാക്കി എല്ലാം സെപ്പറേറ്റ് ആണ്. ഇത് എത്ര പേർക്ക് ഓക്കെ ആണോ? ഒന്ന് കൈവന്നിച്ച് എത്ര പേർക്ക് ഇത് ഓക്കെ ആണ്? സി ഏകദേശം ക്ലിയർ ആണോ? ഏകദേശം ക്ലിയർ ആണ്. ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തില്ലേ? ഓക്കെ ആണ്. ഇനി നമ്മൾ നേരെ പോകുന്ന ഏതിലേക്കാ? എടാ സി കംപ്ലീറ്റ് ചെയ്ത് പിന്നെ നേരെ എങ്ങോട്ടാണ് പോകുന്നത്? ഏറ്റവും സിമ്പിൾ ഏതാ അറിയോ? ഡീൻ്റെതാ. ഡി ഫോർ ഡോക്ടർ, ഡോക്ടർ ഫോർ മെഡിക്കൽ. ഡി ഫോർ ഡോക്ടർ. നമ്മളെ ഡാപ്സി പറഞ്ഞ പോലെ അല്ലേ? മാ ഫോർ മലപ്പുറം, മലപ്പുറം മലയാളം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം ഇപ്പോൾ വൈറൽ അല്ലേ? സൗദി ദമാമി പോയിട്ട്, റൈറ്റ്? യെസ്, അതേപോലെയാണ്. ഡി ഫോർ ഡോക്ടർ, ഡോക്ടർ ഫോർ മെഡിക്കൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ അതിലേക്ക് പോകണ്ട, വേറെ സാധനമാണ് അല്ലേ? അതിലേക്ക് നമ്മൾ കടന്ന് ചെല്ലുന്നില്ല. ഓക്കെ, ഡാപ്സി ഫാൻ ഉണ്ടോ ഇവിടെ? ഉണ്ടോ? സിനാൻ ഉണ്ടല്ലോ. ഓക്കെ, എനിക്ക് ആദ്യം മുതലേ എനിക്ക് ആളെ അത്ര ദഹിച്ചിട്ടില്ലായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഓക്കെ ആണെന്ന്. ഓക്കെ, ഇവിടെ നോക്ക്. എന്താ പറയുക, എൻ്റെ പോലെയുള്ള ശബ്ദമാണ് പുള്ളിക്ക്. ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് പാടാൻ പറ്റൂല എന്ന്. പക്ഷെ മൂപ്പരെ തെളിയിച്ചു പാടാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ വൈഫിനെ പറയും, പുള്ളിക്ക് പറ്റെങ്കിൽ എനിക്കും പറ്റണമല്ലോ അല്ലേ? യെസ്. ഇനി വേണ്ട, തീരുമാനമായി. ഓക്കെ, ഇവിടെ നോക്ക്. ഡി ഫോർ ഡാപ്സിന്ന് ചെയ്തത്. ഡി ഫോർ ആരാണ്? ഡോക്ടർ. ഡോക്ടർ ഞാനിങ്ങനെ നോക്കിയതാ. മാ ഫോർ മലയാളം, മലയാളം ഫ്രം മലപ്പുറം, മലപ്പുറം അങ്ങനെ ഒരു സാധനം ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടല്ലോ. ഓക്കെ, എന്താ ഇൻട്രസ്റ്റ്? ഇതുവരെ ഉറങ്ങിയിരുന്നു. ഇത് പറഞ്ഞപ്പോൾ ഓക്കെ ആയി അല്ലേ? ഇതാണ് വിഷയം വേണ്ടത് അല്ലേ? ഇത് ഇവിടെ കിട്ടൂല, ഇവിടെ ഡിഡക്ഷൻസേ ഉള്ളൂ. എടാ കോഡ് എന്താണ്? ഡി ഫോർ ഡോക്ടർ. നമ്മൾ എന്തുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? മെഡിക്കൽ. ഡിയിൽ ഫുള്ള് മെഡിക്കലാണ്. 3 ഡി ആ ഉള്ളത്. 3 ഡി. ഡി ഫുള്ള് എന്താ ഉള്ളത്? എടാ കോഡാണ് സി ഫോർ കോൺട്രിബ്യൂഷൻ, ഡി ഫോർ ഡോക്ടർ എന്ന് പറയുന്നത് മെഡിക്കൽ. ഇത് മെഡിക്കൽ ഇൻഷുറൻസാ. ലൈഫ് ഇൻഷുറൻസ് സിയിലാ. മെഡിക്കൽ ഇൻഷുറൻസ് എവിടെ? ഹെൽത്ത് ഇൻഷുറൻസും മെഡിക്കൽ ഇൻഷുറൻസും എന്താണ്? സെയിം ആണ്. ഹെൽത്ത് ഇൻഷുറൻസും മെഡിക്കൽ ഇൻഷുറൻസും എന്താണ്? സെയിം ആണ്. ഇത് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. 25,000 ആണ് ലിമിറ്റ്. എത്രയാണ്? 25,000. അത് ചെക്ക് ആയിട്ട് തന്നെ കൊടുക്കും വേണം. എന്ന് പറഞ്ഞാൽ എന്ത് എലിജിബിൾ അല്ല? ക്യാഷ് എലിജിബിൾ അല്ല. അതർ ദാൻ ക്യാഷ്. ചെക്കോ ബാങ്കോ എങ്ങനെ ആവാം, റൈറ്റ്? എടാ ഞാൻ പെട്ടെന്ന് ഡി കംപ്ലീറ്റ് ചെയ്തുതരാം. ഡി പറയുന്നത് മെഡിക്കൽ ഇൻഷുറൻസ്. ഞാൻ എൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് എത്ര വരെ ക്ലെയിം ചെയ്യാം? എത്ര ക്ലെയിം ചെയ്യാം? ഞാൻ എൻ്റെ പാരൻറ്റിന് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് എത്ര ക്ലെയിം ചെയ്യാം? അഡീഷണൽ രണ്ടാൾക്ക് കൂടി ടോട്ടൽ എത്ര കിട്ടും? 50,000. പഠിച്ചോ? എടാ 80D എന്താണ്? സ്ഥിരം വരുന്ന ക്വസ്റ്റ്യൻ ആണ്. 80D സി പോലെ ഷുവർ ക്വസ്റ്റ്യൻ. നോട്ട് ചെയ്ത് വെച്ചോ. 80D ഷുവർ ക്വസ്റ്റ്യൻ. 80D സ്ഥിരമായിട്ട് വരുന്നത് 80D. നിങ്ങൾ തേർഡ് ചാപ്റ്ററിൽ ചെയ്യുന്ന 5 ക്വസ്റ്റ്യനിൽ 4 80D ഉണ്ടാവും. മെഡിക്കൽ ഇൻഷുറൻസ് കോമൺ അല്ലേ? എടാ ഇന്ന് എനിക്ക് തോന്നുന്നു നാട്ടിൽ എല്ലാവരും എടുക്കുന്ന ഒരു ഇൻഷുറൻസ് ആണ് ഇത്, ഹെൽത്ത് ഇൻഷുറൻസ്. യെസ് ഓർ നോ? കാരണം ഹോസ്പിറ്റൽ ചിലവ് അത്രയും ഹൈ ആണ്. സോ ആൾക്കാർ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കും. എടാ ഹെൽത്ത് ഇൻഷുറൻസിന്റെ റൂൾ എന്താ? എത്ര വരെ ക്ലെയിം ചെയ്യാം? 25,000 ഓർ എമൗണ്ട് പെയ്ഡ് വിച്ച് ഈസ് ലെസ്. പാരൻസിനോ? അഡീഷണൽ. സീനിയർ ആണെങ്കിലോ? ഡിഡക്ഷനിലൊക്കെ സീനിയർ സിറ്റിസണിന് പരിഗണന ഉണ്ട്. സീനിയർ ആണെങ്കിൽ 50,000 വരെ കിട്ടും. അസസിയും സീനിയർ ആണ്, പാരന്റും സീനിയർ ആണ്. 1,00,000 കിട്ടും. മനസ്സിലായില്ലല്ലോ? 60 വയസ്സ് വരെയുള്ള ആൾക്കുള്ള ഹെൽത്ത് ഇൻഷുറൻസ് 25 ലിമിറ്റ്. അസസി 60 വയസ്സിന്റെ താഴെയാണ്, 25 കിട്ടും. പാരൻസും 60 വയസ്സിന് താഴെയാണ്, 25 കിട്ടും. രണ്ടും കൂടി മാക്സിമം എത്ര കിട്ടും? 50 കിട്ടും. സെപ്പറേറ്റ് ചാർജ് ചെയ്യാം, രണ്ടാൾക്കും എടുക്കാം. ഒരു കാറ്റഗറി സീനിയറാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ 60 ബിലോ, പാരൻസ് എബോവ് 60. എബോവ് 60 ആരാണ്? സീനിയർ ആണെങ്കിൽ 50 വരെ എടുക്കാം. നമ്മൾ കൊടുത്ത എമൗണ്ടോ 50 വിച്ച് എവർ ഈസ് ലോവർ, പക്ഷെ 50 വരെ ക്ലെയിം ചെയ്യാം. ഇനി ഞാനും സീനിയർ ആണെങ്കിലോ
എനിക്കും 50 കിട്ടും. അപ്പോൾ രണ്ടും കൂടി എത്ര കിട്ടും? ചുരുക്കി പറഞ്ഞാൽ 1 lakh വരെ എന്ത് ചെയ്യാം? 80D ക്ലെയിം ചെയ്യാൻ പറ്റും. ഡിപ്പെൻസ് ആണ് സീനിയർ ആണെങ്കിൽ. ഓക്കെ ആണോ? നോർമൽ എമൗണ്ട് എത്ര? 25,000. പാരൻസിനോ 25,000. സീനിയർ ആണെങ്കിലോ 50. പേയ്മെന്റ് എങ്ങനെ ആയിരിക്കണം? അതർ ദാൻ ക്യാഷ്. ഡി കംപ്ലീറ്റ് ആയി. നേരെ നമ്മൾ മൂവ് ചെയ്യുന്ന അങ്ങോട്ടാ. ഡി ഫോർ ഡിപ്പെൻഡന്റ് ഡിസേബിൾ. ഡി ഫോർ ഡിപ്പെൻഡന്റ് ഡിസേബിൾ. അതിന്റെ അർത്ഥം എന്താ? എടാ, എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു ഡിസേബിൾ ഉണ്ട്, വേറെ ഒന്നും ചിന്തിക്കേണ്ട, യു വിൽ ഗെറ്റ് ഫ്ലാറ്റ് ഡിഡക്ഷൻ ഓഫ് ₹75,000. ഇത് കൺഫ്യൂസിങ് ആണ്. കാരണം എന്താ അറിയോ? നോക്കിക്കോ, ഡിന്റെ ഫുൾ തന്നെ ഡിപ്പെൻഡന്റ് ഡിസേബിൾ ആണെന്ന് പഠിച്ചാൽ മതി. ഡി ഫോർ ഡിപ്പെൻഡന്റ് ഡിസേബിൾ. എത്ര ഡിഡക്ഷൻ കിട്ടാം? ഫ്ലാറ്റ് 75. എടാ, ഇതിപ്പോ ക്വസ്റ്റ്യൻ എങ്ങനെ വരാ അറിയോ? ഞാൻ എന്നെ ഡിപ്പെൻഡ് ചെയ്ത ഡിസേബിളിന് 30,000 സ്പെൻഡ് ചെയ്ത് ഫോർ മെഡിക്കൽ ട്രീറ്റ്മെന്റ്. എനിക്ക് എത്ര ഡിഡക്ഷൻ കിട്ടാം? 30 അല്ല, 75 കിട്ടും. ഫ്ലാറ്റ് ഡിഡക്ഷനാ. ഞാൻ സ്പെൻഡ് ചെയ്തോ ഇല്ലയെന്ന് നോക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. തെറ്റിക്കാൻ വേണ്ടി അത് കൊടുക്കും. എടാ, ഒരു ഡിസേബിളിന് നിങ്ങൾ സ്പെൻഡ് ചെയ്താലും കിട്ടും, സ്പെൻഡ് ചെയ്തില്ലെങ്കിലും കിട്ടും. അതിനാണ് എന്ത് പറയാ? ഫ്ലാറ്റ് ഡിഡക്ഷൻ. ഇത് ഓക്കെ ആണോ? സിവിയർ ആണെങ്കിലോ 1,25,000. സിവിയർ ആണെങ്കിൽ 1,25,000. എടാ, അത് ഫ്ലാറ്റ് ഡിഡക്ഷൻ ആണ്. വേറെ ഒന്നും അതിൽ പഠിക്കേണ്ട. ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു ഡിസേബിൾ ഉണ്ടോ, യു വിൽ ഗെറ്റ് 75,000. സിവിയർ ആണെങ്കിലോ 1,25,000. അത് ഓക്കെ ആണോ? എടാ, ഡി ഈസി അല്ലേ? ഞാൻ പറഞ്ഞു ഡി ഫുള്ളി ഈസിയാ. 80D ഫോർ ഇൻഷുറൻസ്, ഡി ഫോർ ഡിപ്പെൻഡന്റ് ഡിസേബിൾ. എന്താ റൂള്? 75 ഫ്ലാറ്റ് ഡിഡക്ഷൻ. അപ് ടു അല്ല, ഫ്ലാറ്റ് ഡിഡക്ഷൻ. ഇത് ഓക്കെ ആണോ? യെസ് ഓർ നോ? ഇതിനോടൊപ്പം ചേർത്ത് ഒരു സാധനം കൂടി പറഞ്ഞുതരാം. 80U. എടാ, ഒന്ന് ശ്രദ്ധിക്കണേ. 80C to 80U എന്ന് പറഞ്ഞില്ല നിങ്ങള്? 80C to 80U എന്ന് പറഞ്ഞില്ലേ? അതിൽ 80U എന്താ അറിയോ? അസസി ഡിസേബിൾഡ് ആണ്. ആരാണ്? ഇതാരാ ഡിസേബിൾഡ്? ഡിപ്പെൻഡന്റ് ഡിസേബിൾഡ് ആണ്. 80U ആരാ? അസസി ഡിസേബിൾഡാ. റൂൾ എന്താ? സെയിം റൂൾ, ഫ്ലാറ്റ് ഡിഡക്ഷൻ. എടാ, ഞാൻ ഡിസേബിൾഡ് ആണെന്ന് വിചാരിക്കുക. ഫ്ലാറ്റ് ഡിഡക്ഷൻ എത്ര? 75. സിവിയർ ആണെങ്കിലോ 1,25,000. രണ്ടാളും ഡിസേബിൾഡ് ആണെങ്കിലോ? ഡിപ്പെൻഡന്റും ഡിസേബിൾ ആണ്, അസസിയും ഡിസേബിൾഡാ. രണ്ടും കിട്ടും. 80DDയും ക്ലെയിം ചെയ്യാം, 80Uവും ക്ലെയിം ചെയ്യാം. ഇപ്പൊ നമ്മൾ 80U പഠിച്ചോ? ഈ ഇരിക്കുന്ന എല്ലാവരും 80U പഠിച്ചോ? എന്താ 80U? 80U എന്താ? അസസി ഡിസേബിൾഡാ. എത്ര കിട്ടും? 75 ഫ്ലാറ്റ് കിട്ടും. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ എങ്ങനെ വരാ അറിയോ? മിസ്റ്റർ എ ഇസ് ഡിസേബിൾഡ്. ഹെഡിങ് ആയിരിക്കും ഉണ്ടാവുക. 80U എടുക്കൽ മാൻഡേറ്ററിയാ. നമ്മളത് ശ്രദ്ധിച്ചു പോലും ഉണ്ടാവില്ല. മിസ്റ്റർ എ ഇസ് ഡിസേബിൾ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ തുടങ്ങാം. അതിന്റെ അർത്ഥം എന്താ? മിസ്റ്റർ എ എന്ന് പറയുന്ന അസസി ആരാണ്? ഡിസേബിൾഡാ. അയാൾ എന്തിന് ക്ലെയിം ചെയ്യാം? 80U ക്ലെയിം ചെയ്യാം. എത്ര കിട്ടും? ഫ്ലാറ്റ് 75. സിവിയർ ആണെങ്കിലോ 1,25,000. ഇത് ഓക്കെ ആണോ? യെസ് ഓർ നോ? ഇനി DDB മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. DDB എന്താണ്? മെഡിക്കൽ ട്രീറ്റ്മെന്റ്. ഏത് എല്ലാ അസുഖത്തിനും കിട്ടോ? ക്യാൻസർ, പിന്നെ എയ്ഡ്സ്, ദെൻ തലൈസീമിയ, ദെൻ അങ്ങനത്തെ മാരകമായ അസുഖങ്ങളാണെങ്കിൽ കിട്ടും. എത്ര വരെ കിട്ടും? എടാ, എത്ര വരെ കിട്ടും? ആക്ച്വൽ സം ഓർ 40,000 വിച്ചവർ ഈസ് സീനിയർ ആണെങ്കിലോ? ഇത് ക്ലിയർ ആണോ? നമ്മൾ ഏത് കംപ്ലീറ്റ് ചെയ്ത്? ഡി കംപ്ലീറ്റ് ചെയ്ത്. ഏത് കംപ്ലീറ്റ് ചെയ്ത്? ഡി. എടാ, ഒന്ന് റിവൈസ് ചെയ്തുതരാം. ശരിയാവും. ഓക്കെ. പവർ നാപ്പ് എടുത്തതാ. പവർ നാപ്പ് എടുത്ത ആൾക്കാർക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്ത് തരാം. പവർ നാപ്പ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി എന്ത് കിട്ടും അറിയോ? എനർജി കിട്ടും. റൈറ്റ്? എന്നാ അവിടെ നോക്ക്. ഇവിടെ നോക്കണേ. ഡി എന്താ? ഡി ഹെൽത്ത് ഇൻഷുറൻസ്. എത്ര വരെ കിട്ടും? 25,000. പാരൻസിനോ അഡീഷണൽ 25,000. ഡി എന്താ? ഡിപ്പെൻഡന്റ് ഡിസേബിൾ. എത്ര കിട്ടും? ഫ്ലാറ്റ് ഡിഡക്ഷനാ. എക്സ്പെൻസ് ഒന്നും നോക്കണ്ട. എത്ര വരെ? 75. സിവിയർ ആണെങ്കിലോ? അതിനോടൊപ്പം ചേർത്ത് പഠിക്കേണ്ട ഒന്നാണ് 80U. 80U ആരാ? അസസി ഡിസേബിൾ. സെയിം റൂള്. ഫ്ലാറ്റ് 75. സിവിയർ ആണെങ്കിൽ DDB എന്താ? മെഡിക്കൽ ട്രീറ്റ്മെന്റ്. 40,000 ഓർ സം പെയ്ഡ്. സീനിയർ ആണെങ്കിലോ 1 lakh ഓർ സം പെയ്ഡ്. ഇത് ഓക്കെ ആണോ? ഇപ്പൊ ഏതൊക്കെ പഠിച്ച്? സി കംപ്ലീറ്റഡ്, പിന്നെ ഡി കംപ്ലീറ്റഡ്. ഇനി ഏതാ ഉള്ളത്? ഒരു ക്വസ്റ്റ്യൻ ചെയ്യണോ? ഫുള്ള് കഴിഞ്ഞിട്ട് മതിയോ? ഇത് ഓക്കെ ആണോ? ഇത് മാറിപ്പോവാണ്ടിരിക്കാനാണ് കോഡ് പറയുന്നത് കേട്ടോ. മാറിപ്പോവാണ്ടിരിക്കാനാണ് കോഡ് പറയുന്നത്. ഡിപ്പെൻഡന്റ് ഡിസേബിൾ ആണ് ഡി. അത് അങ്ങനെ തന്നെ പഠിക്കാം. യു ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എടാ,
ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മറ്റൊന്നാണ് ഈ പഠിക്കാൻ ഈസിയാണ്. ഈ പെട്ടെന്ന് തീർത്തരാം. ഇവിടെ നോക്ക്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ 5-10 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ ചാപ്റ്റർ എന്ത് ചെയ്തുതരാം, തീർത്തരാം. എന്ന് പറഞ്ഞത് പെട്ടെന്ന് തീർക്കാം. എന്നാൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5-10 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണോ ചോദിച്ചാൽ ഒരിക്കലും അല്ല. നമുക്ക് കാരണം അത് ഡിഡക്ഷൻ അറിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂ. ഞാൻ ഓൾറെഡി പറഞ്ഞു മിസ്റ്റർ എ ഈസ് ഡിസേബിൾഡ് എന്നേ ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? യു അപ്ലൈ ചെയ്യണം എന്നാ. 80 അപ്ലൈ ചെയ്യാൻ ക്വസ്റ്റ്യൻ പറയുന്നേ ഇല്ല. എന്ന് പറഞ്ഞാൽ മിസ്റ്റർ എ ഡിസേബിൾ എന്നാ അപ്ലൈ ചെയ്യണം. ഡിപ്പെൻഡൻറ്റ് ഡിസേബിളിന് 30 സ്പെൻഡ് ചെയ്തു, അതിനിവിടെ പ്രസക്തി ഇല്ല. 75 ഫ്ലാറ്റ് കിട്ടും. ഇത് അറിഞ്ഞാലേ ഇത് ചെയ്യാൻ പറ്റൂ. ശരിയല്ലേ? ഹെൽത്ത് ഇൻഷുറൻസ് പെയ്ഡ് ബൈ ക്യാഷ്, ക്ലെയിമേ കിട്ടൂല. അതിനത് അറിയണ്ടേ? അപ്പോൾ ഇത് അറിഞ്ഞാൽ മാത്രമേ 3rd ചാപ്റ്റർ നമുക്ക് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ അത് റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്യുന്നത്. ഇതുവരെ ഓക്കെ ആണോ? സിയും ഡിയും ഓക്കെ ആണോ? ഇനിയുള്ളതൊക്കെ പെട്ടെന്ന് തീരുമെന്ന് ഞാൻ പറയുന്നത്. എടാ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒന്നാണ് അടുത്തത്. ഏതാ? അതെന്തുകൊണ്ടാ? ഹയർ എഡ്യൂക്കേഷൻ ലോൺ. എടാ, നിങ്ങൾ PG പഠിക്കാൻ പല ആൾക്കാർ പ്ലാൻ ചെയ്തത് എബ്രോഡാണ്. പല ആൾക്കാർ പ്ലാൻ ചെയ്തത് എബ്രോഡ് പോകാനാണ്. യെസ് ഓർ നോ? യെസ്. അപ്പോൾ ബാങ്ക് ബാലൻസ് കാണിക്കണം. 10-20 ലക്ഷം കാണിക്കണ്ടേ? കാണിക്കാൻ ആൾക്കാർ എന്ത് ചെയ്യും? ഓൾറെഡി റിച്ച് ആയിരിക്കുന്ന ആൾക്കാരായിരിക്കും പലരും. എന്നാലും അവർ ലോൺ എടുക്കും. അതെന്തുകൊണ്ടാ? റിച്ചായ ആൾക്കാർ ടാക്സ് അടിച്ചോളണമെന്നില്ല. ശരിയല്ലേ? അപ്പോൾ ഈ സോഴ്സ് കാണിക്കാൻ ഏറ്റവും നല്ലത് ഏതാ? ലോണാണ്. എടാ, നിങ്ങൾ ഇവിടെ അല്ലേ? ഉണ്ടോ? ഉണ്ട്. ഓക്കെ. നിങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ ലോൺ എടുത്താൽ അതിനെന്ത് പേ ചെയ്യണം? എന്ത് പേ ചെയ്യണം? ഇൻട്രസ്റ്റ്. നിങ്ങൾക്ക് 8 വർഷം ഡിഡക്റ്റ് ചെയ്യാം. അത്രയേ ഉള്ളൂ. എത്ര എമൗണ്ട് ആണെങ്കിലും ലിമിറ്റ് ഒന്നുമില്ല. എടാ, 80E എന്താണ്? 80E ഹയർ എഡ്യൂക്കേഷൻ ലോൺ. E ഫോർ എഡ്യൂക്കേഷൻ ലോൺ എന്ന് ചിന്തിച്ചാലും മതി. E ഫോർ എഡ്യൂക്കേഷണൽ ലോൺ. എത്ര വരെ കിട്ടും? എത്രയും കിട്ടും. എത്ര വർഷം കിട്ടും? 8 വർഷം. അത് അത്രയേ ഉള്ളൂ. അതവിടെ കംപ്ലീറ്റ് ആയി. ഇയും EEAയും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. EEA ഇത് രണ്ടും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം ഇത് രണ്ടും ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റാണ്. എന്തിന് ഇൻട്രസ്റ്റ് ആണ്? ഇത് രണ്ടും നമുക്ക് HP എടുക്കാം. HP ഏത് സെക്ഷനിൽ എടുക്കാം? അണ്ടർ സെക്ഷൻ 24B എടുത്താൽ ഇതിൽ ക്ലെയിം ചെയ്യേണ്ടെന്നുള്ളൂ. അവിടെ എടുക്കാത്തവർക്ക് എവിടെ ക്ലെയിം ചെയ്യാം? EEയും EEAയും. അത് നിങ്ങൾ അത്ര മനസ്സിലാക്കിയാൽ മതി. EE ആൻഡ് EEA രണ്ടും എന്താണ്? ലോൺ ടേക്കൺ ഫോർ റെസിഡൻഷ്യൽ പർപ്പസ്. എന്തിനാണ്? ലോൺ ടേക്കൺ ഫോർ ഇയർ ബേസ് ചെയ്തിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്തത്. 2016-17 ലോൺ എടുത്ത EE, അതിൻ്റെ ശേഷമാണെങ്കിൽ EEA. രണ്ടും പറയുന്ന ഒരേ സാധനമാണ്. എന്ന് പറഞ്ഞാൽ 2016 ലോൺ എടുത്ത ഏത് സെക്ഷനാണ്? EE. 16 ശേഷമാണ് ലോണെങ്കിലോ EEA. എന്ന് പറഞ്ഞാൽ 19 മുതലാണ് കൗണ്ട് ചെയ്യുന്ന കേട്ടോ. 2019 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ഇയറും ഏതാ എടുക്കുക? EEA. ഇത് രണ്ടും നമ്മൾ എക്സാമിന് അങ്ങനെ കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ ചോദിച്ച് കാണാറില്ല. കാരണം ഇത് എവിടെ ക്ലെയിം ചെയ്യുന്നതാ? HP നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഡിഡക്ഷനാണ്. അവിടെ ക്ലെയിം ചെയ്യാത്തവർ മാത്രമേ എവിടെ ക്ലെയിം ചെയ്യുള്ളൂ? EEA ക്ലെയിം ചെയ്യുള്ളൂ. ഇത് രണ്ടും എന്താണ്? ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ. ഇത് നമുക്ക് കാലികമായിട്ട് റെലവൻ്റ് ആണ്. ചോദിക്കാനുള്ള ചാൻസ് ഹൈ ആണ്. എന്നാൽ കാലികമായി റെലവൻ്റ് ആണെന്ന് പറയാൻ കാരണം ഇലക്ട്രിക് വെഹിക്കിളുടെ ലോൺ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ ഇലക്ട്രിക് വെഹിക്കിൾ എത്ര വരെ കിട്ടും? എഗെയിൻ എത്ര വരെ കിട്ടും? 1,50,000. ഇത്രയാണ് ഇയിലുള്ളത്. ഞാൻ കംപ്ലീറ്റ് ചെയ്യണേ. ഇവിടെ കംപ്ലീറ്റ് ചെയ്യണേ. ഓരോന്നും കംപ്ലീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. എത്രത്തോളം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തെന്നുള്ളതിലാണ് കാര്യം. സിദ്ര പ്രസൻസ് സാർ. ഓക്കെ. എടാ, ഇ ഫോർ എഡ്യൂക്കേഷണൽ ലോൺ എത്ര കിട്ടും? 8 ഇയേഴ്സ് ഫുള്ള് കിട്ടും. എത്ര ആണെങ്കിലും കിട്ടും. ഇ ഫോർ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ ഹൗസ് അല്ലേ? എത്ര വരെ? 2016-17 എടുത്തവർക്ക് അത് കിട്ടുള്ളൂ. അത്ര സ്പെസിഫിക് ആണ് ആ ഡിഡക്ഷൻ. അതുകൊണ്ട് അത് നോക്കണ്ട. EEAയും അതന്നെ പറയുന്നത് 2019 മുതൽ ഇങ്ങോട്ടുള്ളത്. റൈറ്റ്? അത് രണ്ടും വിടാം. EEBയോ ഇലക്ട്രിക് വെഹിക്കിളുടെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാം. എത്ര വരെ? 1,50,000. ഇത്രയും ഓക്കെ ആണോ? ഇനി നമ്മൾ പോകുന്നത് നേരെ GGB. നമുക്ക് വേണ്ട, GGB വേണ്ട. അവിടെ കട്ട് ചെയ്ത ആള് സന്തോഷമായില്ലേ? ഒന്ന് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം. റൈറ്റ്? GGC എന്താ? G ഫുള്ള് ഡൊണേഷൻസ് ആണ്. G ഫുൾ എന്താണ്? ഡൊണേഷൻസ്. GGC എന്താ പറയുന്നത് നോക്ക്? കോൺട്രിബ്യൂഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടി. എത്ര ക്ലെയിം ചെയ്യാം? ആക്ച്വൽ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 100% ക്ലെയിം ചെയ്യാം.
എടാ ഇത് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. കോൺട്രിബ്യൂഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടി നിങ്ങൾ എത്ര കൊടുത്താലും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. ഒറ്റ കണ്ടീഷൻ ഉള്ളൂ, അതർ ദാൻ ക്യാഷ് ആയിരിക്കണം. ക്യാഷ് ആയിട്ട് കൊടുക്കരുത്. എടാ നമുക്കറിയാലോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത് ആർക്കാ? പാർട്ടികൾക്കാണ്. അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആരാ? BJP ആണ്, റൈറ്റ്? എടാ ആൾക്കാർ എത്ര ഡൊണേറ്റ് ചെയ്താലും ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. ഞാൻ എൻ്റെ 2 ലക്ഷം ആർക്ക് ഡൊണേറ്റ് ചെയ്ത്? BJPക്ക് ഡൊണേറ്റ് ചെയ്ത്. എനിക്ക് 2 ലക്ഷം എന്ത് ചെയ്യാം? ഡിഡക്ഷൻ എടുക്കാം. ഞാൻ ഏതെങ്കിലും ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലോ 2 ലക്ഷം ഫുള്ള് കിട്ടൂല. അതിൻ്റെ പകുതിയോ അല്ലെങ്കിൽ അതിൽ കുറവോ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. എടാ റൂള് പഠിച്ചു വെക്കണേ. പൊളിറ്റിക്കൽ പാർട്ടീസിന് എന്ത് കൊടുത്താലും യു വിൽ ഗെറ്റ് 100% ഡിഡക്ഷൻ വിത്തൗട്ട് എനി ലിമിറ്റ്സ്. എത്ര കൊടുത്താലും 1 കോടി കൊടുത്ത് 1 കോടിയും ഡിഡക്ട് ചെയ്യാം നിങ്ങളെ ഇൻകത്തിൽ നിന്നും. ഓക്കെ ആണോ? ഇപ്പൊ GGC ആണ്. GGC ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരമായിട്ട് എക്സാമിന് വരുന്ന മറ്റൊന്ന് 80C സ്ഥിരമായിട്ട് വരും. 80D 80 GGC ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ചെയ്ത് വെച്ചോ, സ്ഥിരമായിട്ട് വരുന്നതാണ്. ക്ലെയിം എമൗണ്ട് എത്രയാണ്? എടാ കോൺട്രിബ്യൂഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടിന്റെ ക്ലെയിം എമൗണ്ട് എത്ര? 100%. ഇത് ഞാൻ പോകും പറയുന്നുണ്ട്, ഇത് ആരാ പാസ്സാക്കല്? ഈ ഡിഡക്ഷൻസ് ഒക്കെ ആരാ പാസ്സാക്കല്? പാർലമെന്റിലാണ്, റൈറ്റ്? ഇതിന് ആരെങ്കിലും എഗെയിൻസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവോ? ഇല്ല. എല്ലാ പാർട്ടിക്കാരും എന്താണ് ഐക്യകണ്ഠമായിട്ട് പാസ്സാക്കിയിട്ടുണ്ടാവും സെക്ഷൻ. കാരണം എല്ലാ പാർട്ടിക്ക് ഡൊണേഷൻ കൊടുത്താലും നിങ്ങൾക്ക് എന്തെടുക്കാം? 100% ഡിഡക്ഷൻ എടുക്കാം. ഇത് പഠിച്ചു എല്ലാവരും. ഇനി ഒരു 5 എണ്ണം കൂടി, 5 എണ്ണം ഇല്ലേ അല്ലെ? 80U ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ. 80U എന്താണ്? SSC ഡിസേബിൾഡ് ആണെങ്കിൽ ഡിഡക്ഷൻ എടുക്കാം. എത്ര? 75. സിവിയർ ആണെങ്കിൽ. ഇനി ഇത് 4 എടാ, ഇത് 4 ചെറിയ 4 എണ്ണാണ്. ഇത് 4ഉം ക്വസ്റ്റ്യനിൽ പറയില്ല ഡിഡക്ഷൻ ഉണ്ട് എന്ന്. ക്വസ്റ്റ്യനിൽ പറയില്ല, നമ്മൾ മനസ്സിലാക്കണം. 80U പോലെ ഇത് 5ഉം. ഈ 5 എണ്ണത്തിൻ്റെയും പ്രത്യേകത എന്താ? ഈ 5 എണ്ണത്തിൻ്റെയും പ്രത്യേകത എന്താ? ക്വസ്റ്റ്യനിൽ അത് ഉണ്ടാവില്ല. TTA എടുക്കണം, TTB എടുക്കണം, ക്വസ്റ്റ്യനിൽ ഉണ്ടാവില്ല. നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടിട്ട് അത് ഉണ്ടെന്ന് മനസ്സിലാക്കണം. അതെങ്ങനെയാ? SSC ഈസ് ഡിസേബിൾഡ് എന്ന് പറഞ്ഞാൽ 80U ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലൈ ചെയ്യാം. ബാങ്ക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് പറയും ക്വസ്റ്റ്യനിൽ. എന്താ പറയാ? ബാങ്ക് ഇൻട്രസ്റ്റ്. എന്ത് ഇൻട്രസ്റ്റ്? എടാ എനിക്കിപ്പോൾ ഫെഡറൽ അക്കൗണ്ട് ഉണ്ട്, എനിക്ക് 6,000 രൂപ കിട്ടിയെന്ന് പറയും. ഇത് ഞാൻ എവിടെ ചാർജ് ചെയ്യുക? ഇൻകം ഫ്രം അതർ സോഴ്സ്. യെസ് ഓർ നോ? എടാ ബാങ്ക് ഇൻട്രസ്റ്റ് എവിടെ ചാർജ് ചെയ്യുക? ഇൻകം ഫ്രം അതർ സോഴ്സ്. അത് ടോട്ടൽ ചെയ്യുമ്പോൾ അത് എവിടെ വന്നിട്ടുണ്ടാവും? GTAയിൽ ഉണ്ടാവും. എവിടെ ഉണ്ടാവും അത്? GTA. വേറെ ഒന്നും ക്വസ്റ്റ്യനിൽ പറയില്ല. ബാങ്ക് ഇൻട്രസ്റ്റ് ഉള്ള എല്ലാ SSCക്കും TTA എടുക്കാം. ക്വസ്റ്റ്യനിൽ ബാങ്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? അത് ഇൻകം ആണ്. എടാ ബാങ്ക് ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ ആണോ? അല്ല, ഇൻകം ആണ്. അത് എവിടെ ചാർജ് ചെയ്യുക? അതർ സോഴ്സിൽ. പക്ഷെ ബാങ്ക് ഇൻട്രസ്റ്റ് ഒരു ഐറ്റം ഉണ്ടോ? 80 TTA ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ അപ്ലൈ ചെയ്യണം. എത്ര വരെ കിട്ടാം? 80 TTA എത്ര വരെ കിട്ടാം? 10,000. എത്ര വരാണ്? എടാ അത് ഓക്കെ ആണോ? ബാങ്ക് ഇൻട്രസ്റ്റ് 6,000 എത്ര വരെ കിട്ടും? 6,000. ബാങ്ക് ഇൻട്രസ്റ്റ് 15,000. TTA എത്ര കിട്ടാം? 10,000. എടാ TTA എന്താ പറയുന്നത് അറിയോ? ബാങ്ക് ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ എടുക്കാം അപ് ടു. ഇത് ഡിഡക്ഷൻ എടുക്കണമെന്ന് ക്വസ്റ്റ്യൻ എവിടെയും പറയില്ല. ക്വസ്റ്റ്യൻ എന്താ തരാം? ബാങ്ക് ഇൻട്രസ്റ്റ് റിസീവ്ഡ് എത്രയേ ഉണ്ടാവുള്ളൂ. നമ്മളത് എന്താ ചെയ്യുക? അതർ സോഴ്സിൽ എടുക്കും. അവിടെ തീർന്നു അത്? ഇല്ല, TTA എടുക്കണം. ഇത് അപ്ലൈ ചെയ്യണം, നമുക്ക് അറിയണം. അതാ ഞാൻ പറഞ്ഞു തന്നത്. TTB എന്താ? രണ്ടും സെയിമാ. എടാ TTAയും TTBയും സെയിമാ. 2 ബാങ്ക് ഇൻട്രസ്റ്റാ. ഒന്ന് സീനിയർ സിറ്റിസണാ, ഒന്ന് 60 ഏജ് വരെ. ഒന്നാരാണ്? സീനിയർ സിറ്റിസണ് എത്ര വരെ എടുക്കാം? ക്ലിയർ ആണോ? ഒരു ഡിഫറൻസും കൂടി അതിലുണ്ട്. നോർമൽ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നേ കിട്ടുള്ളൂ, ഇയാൾക്ക് 2ൽ നിന്നും കിട്ടും. നമുക്ക് സേവിങ്സ് അക്കൗണ്ടിന്റെ ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ കിട്ടുള്ളൂ. ഇയാൾക്കോ സേവിങ്സ് അക്കൗണ്ടും കിട്ടും, FDയും കിട്ടും. എടാ TTA എന്ന് പറഞ്ഞാൽ എന്താ? TTA 60 വയസ്സ് വരെയുള്ള ആൾക്ക് ബാങ്ക് ഇൻട്രസ്റ്റ് കിട്ടിയ ഡിഡക്ഷൻ എടുക്കാം. എത്ര വരെ? 10,000. TTB എന്താ? സീനിയർ സിറ്റിസണ്. എടാ സീനിയർ സിറ്റിസണ് ബാങ്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ഡിഡക്ഷൻ എടുക്കുക. എത്ര വരെ? 50,000. ഒരു ഡിഫറൻസും കൂടി അതിലുണ്ട്. FD ഇയാൾ എലിജിബിൾ ആണ്, ഇയാൾ എന്തല്ല എലിജിബിൾ. അപ്പൊ TTAയും പഠിച്ച് ഇത് 2ഉം ക്വസ്റ്റ്യനിൽ ചെയ്യണമെന്ന് പറയ പോലും ഇല്ല. അത് ഓൾറെഡി ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തോളാം. ബാങ്ക് ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യനിൽ ഉണ്ടോ? ഇത് അപ്ലൈ ചെയ്യൽ നിർബന്ധമാണ്. ഇത് ഓക്കെ ആണോ? RRB ആൻഡ് QQB ഇത് 2ഉം എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇത് 2ഉം എന്തിനെ കുറിച്ചാണ് പറയുന്നത്? എടാ നമ്മളിപ്പോൾ പറഞ്ഞ 2 ഇൻട്രസ്റ്റ് ഇല്ലേ, അതേപോലെ ഇത് 2ഉം എന്തിനെ കുറിച്ചാണ് പറയുന്നത്? റോയൽറ്റി ബുക്ക് ചെയ്തിട്ടാണെങ്കിൽ RRB എന്ന് പറഞ്ഞാൽ NCERT, SCERT, CBSE ബുക്സ് എഴുതി കിട്ടുന്ന റോയൽറ്റി ഇല്ലേ, RRB. അതർ ദാൻ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലോ QQB.
ഇത് രണ്ടും പറയുന്നത് ഒരേ എമൗണ്ട് ആണ്. രണ്ടിൻ്റെയും ഡിഡക്ഷൻ എത്ര തന്നെയാണ്? ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ NCERTക്ക് അക്കൗണ്ട്സ് ടെക്സ്റ്റ് ബുക്ക് എഴുതി, എനിക്ക് 5 ലക്ഷം കിട്ടി. എത്ര കിട്ടി? ഇത് ഞാൻ എവിടെ ചാർജ് ചെയ്യാം? റോയൽറ്റി നമ്മൾ എവിടെ ചാർജ് ചെയ്യാം? അതർ സോഴ്സ്. എവിടെ ചാർജ് ചെയ്യാം? ആ എമൗണ്ട് 5 ലക്ഷം GTIയിൽ വന്നിട്ടുണ്ടാവും. ഇനി RRB എടുക്കണമെന്ന് എനിക്ക് അറിയണം. അത് ക്വസ്റ്റ്യൻ എവിടെയും പറയില്ല. റോയൽറ്റി ക്വസ്റ്റ്യൻ ഉണ്ടോ? RRB ഉണ്ടാവും. RRB എത്ര വരെ കിട്ടും? അപ് ടു 3 lakh. എനിക്ക് എത്ര റോയൽറ്റി കിട്ടിയത്? 5. അപ്പോൾ 3 lakh ഡിഡക്ട് ചെയ്യാം. എനിക്ക് 10,000 ആണ് കിട്ടിയതെങ്കിലോ RRB എത്ര എടുക്കുക? 10,000. മാക്സിമം 3 lakh. എമൗണ്ട് റിസീവ്ഡ് ഓർ 3 lakh വിച്ച് എവർ ഈസ് ലോവർ. RRBയും QQBയും തമ്മിലുള്ള വ്യത്യാസം എന്താ? RRBയും QQBയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒന്ന് ടെക്സ്റ്റ് ബുക്ക് ആണ്, ഒന്ന് അതർ ദാൻ ടെക്സ്റ്റ് ബുക്ക് ആണ്. ഇത് ക്ലിയർ ആണോ? ഈ 5 എണ്ണം എടാ ലാസ്റ്റ് പഠിച്ച 5 എണ്ണം തെറ്റാൻ ചാൻസ് വെരി വെരി ഹൈ. ഞാൻ അത് ക്ലാസ്സിൽ ചെയ്യിപ്പിക്കുമ്പോൾ ബാങ്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇവർ സ്പീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും, TTA എടുത്തിട്ടുണ്ടാവില്ല. ബാങ്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? TTA ഉണ്ട്. റോയൽറ്റി ഉണ്ടെങ്കിലോ RRB ഓർ QQB ഡിപ്പെൻസ്. ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ RRB, അതർ ദാൻ ടെക്സ്റ്റ് ആണെങ്കിൽ QQB. അസസ് ഡിസേബിൾഡ് ആണെങ്കിലോ? ഇത് 5ഉം പ്രശ്നം എന്താ പറയുക? ക്വസ്റ്റ്യനിൽ ഇത് എടുക്കണം എന്ന് പറയില്ല. ഇത് ഹിഡൻ ആണ്. ഇത് നമ്മൾ കണ്ടുപിടിക്കണം. ബാങ്ക് ഇൻട്രസ്റ്റ് TTA TTB, റോയൽറ്റി RRB QQB, ഡിസേബിൾഡ് ATU. ഇത് 5 എത്ര പേർക്ക് ഓക്കെ ആണ്? നിങ്ങൾ വിചാരിച്ച അത്ര ടഫ് ഡിഡക്ഷനിലുണ്ടോ? എടാ വിചാരിച്ച അത്ര ടഫ് ഉണ്ടോ? ഇത് ഓക്കെ അല്ലേ? ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ? ഇത് 5ഉം ഓക്കെ ആണ് അല്ലേ? ഒന്നും മനസ്സിലായിട്ടില്ല, ഒക്കെ സെറ്റാന്ന് അല്ലേ? ആന്ന് പറയുന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലായിട്ടില്ല. റൈറ്റ്? ഒരു ഡിഡക്ഷൻ മാത്രം ഞാൻ എടുത്തിട്ടില്ല, 80G. അതാണ് നിങ്ങൾ ഈ കാണുന്നത് 80G. അവിടെ 80G ഹെഡിങ് കൊടുക്കും. ഇത് 80G. 80G ഫോർ ഡൊണേഷൻ. G ഡൊണേഷൻ ആണ്. G ഫുള്ള് ഡൊണേഷൻസ് ആണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആണ് ഇത് G. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മളെ ചാപ്റ്റർ എന്തായി? കംപ്ലീറ്റ് ആയി. ഒരൊറ്റ കാര്യം എടാ ഒന്ന് ശ്രദ്ധിക്കണേ. നമുക്ക് ബാക്കിൽ നിന്ന് ഒന്ന് ജസ്റ്റ് പറഞ്ഞു നോക്കാം. 80U ആർക്കാ കിട്ടുക? 80U അസസി ഡിസേബിൾഡ് ആണെങ്കിൽ എത്ര കിട്ടും? ഫ്ലാറ്റ് ഡിഡക്ഷൻ വേറെ ഒന്നും നോക്കണ്ട. RRB QQB ആർക്കാ കിട്ടുക? ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ RRB, അതർ ദാൻ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ എത്ര വരെ കിട്ടും? 3 lakh. TTA TTB ആർക്കാ കിട്ടുക? ബാങ്ക് ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവർക്കും കിട്ടും. സീനിയർ ആണെങ്കിൽ TTB, സീനിയർ ആണെങ്കിൽ എല്ലാ 60 വയസ്സ് വരെയുള്ള ആളാണെങ്കിലോ TTA 10,000 വരെ. ക്ലിയർ ആണോ? ഇനി GGC സ്ഥിരമായിട്ട് ക്വസ്റ്റ്യനിലുള്ളതാണ്. GGC പൊളിറ്റിക്കൽ പാർട്ടി കോൺട്രിബ്യൂഷൻ എത്ര കിട്ടാം? ഫുള്ള്. ക്ലിയർ ആണോ? പിന്നെ ഹയർ എഡ്യൂക്കേഷൻ ലോൺ ഇൻട്രസ്റ്റ് ഫുള്ള് 8 വർഷം വരെ. EEB ഇലക്ട്രിക് വെഹിക്കിളിന്റെ ലോണ് 1.5 ലക്ഷം വരെ. ക്ലിയർ ആണോ? DDB മെഡിക്കൽ ട്രീറ്റ്മെന്റ്, DD ഡിപ്പെൻഡന്റ് ഡിസേബിൾ, D മെഡിക്കൽ ഇൻഷുറൻസ് സ്കിപ്പ് ചെയ്യരുത് D. ദെൻ 80Cന്റെ ഫുള്ള് നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഇനി ഈ ചാപ്റ്ററിൽ 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ഏതാ അറിയോ? G ആണ്. 80G. ഈ 4 ബോക്സ് ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ 4 കാണുന്നുണ്ടോ? ഇത് ഫുൾ എന്തിലുള്ളത്? Gയിലാണ്. ഇതോടുകൂടി ഞാൻ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം. ഇത് എടുക്കുന്നതോടുകൂടി ഞാൻ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യും. ഇത് പഠിക്കാൻ ഒരു എളുപ്പവഴി ഉണ്ട്. എടാ G ഇമ്പോർട്ടൻ്റ് ആണ്, 80C ഇമ്പോർട്ടൻ്റ് ആണ്, 80D ഇമ്പോർട്ടൻ്റ് ആണ്, 80G ഇമ്പോർട്ടൻ്റ് ആണ്, GGC ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് സ്ഥിരമായിട്ട് വരുന്ന എണ്ണാണ്. ഈ പറഞ്ഞതെല്ലാം ഞാൻ പറഞ്ഞൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണേ. ഏതൊക്കെയാണ്? C, D, 80C, 80D, GGC, 80G. ഇത് സ്ഥിരമായിട്ട് വരുന്നതാണ്. ഈ 4 സ്ഥിരമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവും. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. റൈറ്റ്? G ഫോർ 80G ഫോർ ഡൊണേഷൻ. G ഫോർ ഡൊണേഷൻ. എടാ 4 ടൈപ്പ് ഡൊണേഷൻ ഉണ്ട്. അതുകൂടി കഴിഞ്ഞ് ഞാൻ ചാപ്റ്റർ എന്ത് ചെയ്യാം? അതുകൊണ്ട് ഞാൻ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം. 4 ടൈപ്പ് ഡൊണേഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ ഏതാ? എടാ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു 2 മിനിറ്റ് ടൈം നമ്മളെ രാഹുൽ ഈശ്വർ ചോദിക്കുന്നത് ഒരു 30 സെക്കൻഡ് തീർത്തരാം അല്ലേ? 30 സെക്കൻഡ് നിങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഫ്ലോ നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ്. C പഠിച്ച അതേ ഇമ്പോർട്ടൻസ് Gക്ക് കൊടുക്കണം, അല്ലാണ്ട് കാര്യമില്ല. കാരണം അത് സ്ഥിരമായിട്ട് വരുന്നതാണ്. എടാ Gയിൽ ഓക്കെ അല്ലേ? സംഭവം എനിക്ക് മനസ്സിലായി. എന്നാലും ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ സമയം തരാം. ഒരു 2 മിനിറ്റ് ഞാൻ അത് തീർത്തുതരാം. എടാ 80Gയും കൂടി പഠിച്ച ഡിഡക്ഷൻസ് പറഞ്ഞാൽ വലിയൊരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. വലിയൊരു ചാപ്റ്റർ. G പഠിക്കാൻ ഒരു എളുപ്പവഴി ഉണ്ട്. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. 100% നോ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ?
എല്ലാം ഡൊണേഷൻസ് ആണ്, എല്ലാം ഡൊണേഷൻസാണ്. ജിയിൽ എന്താ ഉണ്ടാവാം? ഡൊണേഷൻസ്. ജിയിൽ എന്താ ഉണ്ടാവാം? ഡൊണേഷൻസ്. ഇതെല്ലാം നാഷണൽ ഫണ്ടുകളാണ്. നിങ്ങൾ ഏത് നാഷണൽ ഫണ്ടിന് ഡൊണേറ്റ് ചെയ്താലും യു വിൽ ഗെറ്റ് 100% വിത്തൗട്ട് എനി ലിമിറ്റ്സ്, ഫുള്ള് കിട്ടും. ഏതൊക്കെ നാഷണൽ ഫണ്ട് നോക്ക്? നാഷണൽ ഡിഫൻസ് ഫണ്ട്, പിന്നെ നാഷണൽ ചിൽഡ്രൻസ് ഫണ്ട്, പിന്നെ നാഷണൽ കൾച്ചറൽ ഫണ്ട്, പിന്നെ നാഷണൽ സ്പോർട്സ് ഫണ്ട്, നാഷണൽ ഇൽനസ് ഫണ്ട്. ഇനി ഇതിലൊന്നും അല്ലാതെ വേറെ നാഷണൽ ഫണ്ട് ഉണ്ടെന്ന് കൂട്ടിക്കോ, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 100% വിത്തൗട്ട് എനി ലിമിറ്റ്സ് എത്രയാണോ കൊടുക്കുന്നത് ഫുള്ള് ക്ലെയിം ചെയ്യാം. പിന്നെ 100% ഉള്ള രണ്ടും റിലീഫ് ഫണ്ടാണ്. നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. വയനാട് ദുരന്തം ഉണ്ടായി, ചീഫ് മിനിസ്റ്റർ റിലീഫ് ഫണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്തിലൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ പറഞ്ഞത്? ചീഫ് മിനിസ്റ്റർ സ്റ്റേറ്റ് റിലീഫ് ഫണ്ട്, ഫുള്ള് ഡിഡക്റ്റബിൾ ആണ്. പ്രൈം മിനിസ്റ്റർ റിലീഫ് ഫണ്ട് ഫുൾ എന്താണ്? ഡിഡക്റ്റബിൾ ആണ്. എന്ന് പറഞ്ഞാൽ 100% നോ ലിമിറ്റ് പഠിച്ചോ. ഏതൊക്കെയാണ് പഠിക്കാൻ എളുപ്പമാണ്? ഏതൊക്കെയാണ്? 100% നോ ലിമിറ്റ് പഠിക്കാൻ എളുപ്പമാണ്, എല്ലാ നാഷണൽ ഫണ്ടുകളും. പിന്നെ ഏതാ? 2 റിലീഫ് ഫണ്ടും. ഇത്രയേ ഉള്ളൂ. ഏതൊക്കെ? എല്ലാ നാഷണൽ ഫണ്ടുകളും 2 റിലീഫ് ഫണ്ടും യു വിൽ ഗെറ്റ് 100% ഡിഡക്ഷൻ. ഇത് ഓക്കെ ആണോ? ഇനി 50% നോ ലിമിറ്റ് നെഹ്റു ഫാമിലിയാണ്. പിന്നെ ഞാൻ പറഞ്ഞ അന്ന് അല്ലേ, നെഹ്റു ഫാമിലി പറയുമ്പോൾ ആ ചാർട്ട് ഒന്നും എടുത്ത് പഠിക്കാൻ പോകണ്ട. നെഹ്റു ഫാമിലിയിൽ 3 ആളാണ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ളത്. ആരൊക്കെ? ഒന്ന് നെഹ്റു, രണ്ടാമത് ആരാ? നെഹ്റുവിന്റെ മകളാണ് ആര്? ഇന്ദിരാഗാന്ധി. പിന്നെ ആരാണ്? രാജീവ് ഗാന്ധി. ആരാണ്? അതൊന്നും നമ്മൾ ചോദിച്ചു അല്ലേ. ഇന്ദിരാഗാന്ധിന്റെ മകനാണ്, ഹസ്ബൻഡ് അല്ല, സോണിയാഗാന്ധിന്റെ ഹസ്ബൻഡാണ്. ഞാൻ പറഞ്ഞല്ലോ ഇത് ഹിസ്റ്ററി ക്ലാസ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോവാത്തത്, റൈറ്റ്. നെഹ്റുവിന്റെ മകൾ ഇന്ദിര, ഇന്ദിരന്റെ മകൻ രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിന്റെ മകനാണ് ആര്? രാഹുൽ ഗാന്ധി. പ്രൈം മിനിസ്റ്റർ ആവുകയാണെങ്കിൽ അയാൾ സമാധിയായ ഇതിലേക്ക് വരും, അതുവരെ വരൂല. ഇവരെല്ലാവരും മരിച്ചിട്ടാണ് ഇതിലേക്ക് വന്നത്. എന്ന് പറഞ്ഞാൽ നെഹ്റു ഫാമിലി മെമ്മോറിയൽ ഫണ്ട് ആണെങ്കിൽ അതിന് ആദ്യം ഇത് നെഹ്റു ഫാമിലി ആണോ എന്ന് അറിയണം അല്ലേ. എനിവേ ഇത് പഠിച്ചു വെക്കാനുള്ള നമ്മൾ പറയുന്ന ഷോർട്ട് കട്ട് എത്രയേ ഉള്ളൂ. നെഹ്റു ഫാമിലി ഈ പറയുന്ന മെമ്മോറിയൽ ഫണ്ടാണ് 50%, ഫുള്ള് കിട്ടൂല. എത്രയാണോ കൊടുക്കുന്നത് അതിൻ്റെ 50. 1 ലക്ഷം കൊടുത്തെങ്കിലോ 50,000. 2 ലക്ഷം കൊടുത്താലോ 1 ലക്ഷം. 1 കോടി കൊടുത്താലോ 50 ലക്ഷം. എന്ന് പറഞ്ഞാൽ നോ ലിമിറ്റ്. എത്രയാണോ കൊടുക്കുന്നത് അതിൻ്റെ 50 കിട്ടും, ഒരു ലിമിറ്റും ഇല്ല. ഇത് രണ്ടും പഠിച്ചോ. ഇത് രണ്ടും പഠിക്കാൻ ഒരു പണിയില്ലല്ലോ. 100% നോ ലിമിറ്റിന്റെ ഷോർട്ട് എന്താ? എല്ലാ നാഷണൽ ഫണ്ടും 2 റിലീഫ് ഫണ്ടും. 50% നോ ലിമിറ്റ് ഏതാ? നെഹ്റു ഫാമിലിയും ഒരാളും കൂടി ഉണ്ട്, പ്രൈം മിനിസ്റ്റർ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ, കാരണം ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് കത്തിക്കൊള്ളണമെന്നില്ല. മറ്റേ നെഹ്റു ഫാമിലി എന്ന് ചിന്തിച്ചാൽ മതി, നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി ഒക്കെ. പക്ഷെ ഡ്രോട്ട് റിലീഫ് ഫണ്ടും 50 കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇത് ഓക്കെ അല്ലേ? ഇത് രണ്ടും എല്ലാവർക്കും ഓക്കെ ആണോ? നമ്മളിപ്പോൾ പഠിച്ചത് എന്താ അറിയോ? 80G പ്രകാരം ഇത് രണ്ടിനും ലിമിറ്റ് ഇല്ല. എത്ര കൊടുത്താലും എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാം. ഇത് 100% ക്ലെയിം ചെയ്യാം, ഇതോ 50%. ഇനി അടുത്ത രണ്ടെണ്ണം ഏതാ? അടുത്ത രണ്ടെണ്ണം ഏതാ? 100% വിത്ത് ലിമിറ്റ്. ഏതൊക്കെയാണ്? ഫാമിലി പ്ലാനിംഗ് എന്ന് ആലോചിച്ചാൽ മതി. ഏതാണ്? ഫാമിലി പ്ലാനിങ്ങും പിന്നെ ഏതാണ്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ. ഇത് രണ്ടും 100% കിട്ടും, പക്ഷെ വിത്ത് ലിമിറ്റാ. ആ ലിമിറ്റ് ഏതാ? ആ ലിമിറ്റ് ഏതാ അറിയോ? ഇല്ല. അപ്പൊ അതവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം. ബാക്കി ഏത് ഡൊണേഷൻ നിങ്ങൾക്ക് എത്ര കിട്ടാം? 50% വിത്ത് ലിമിറ്റ്. അപ്പൊ ഇത് പഠിക്കാനുള്ള ഒരു വേഗം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒന്നും കൂടി ശ്രദ്ധിച്ചാൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ ചെയ്യാം, അത് 80G ആണ്. ഇതെല്ലാം അതിലുണ്ട്. ഇതിൽ കൊടുത്ത 100% ഉണ്ട്, 50 ഉണ്ട്, വിത്ത് ലിമിറ്റ് ഉണ്ട്, 50 വിത്ത് ലിമിറ്റ് ഉണ്ട്. 4 രീതിയിലാണ് ഡൊണേഷൻസ് ഉള്ളത്. 100% നോ ലിമിറ്റ് ഏത് ഫണ്ടിനാ കിട്ടുക? ഓൾ നാഷണൽ ഫണ്ട്, പിന്നെ 2 റിലീഫ് ഫണ്ട്. പഠിച്ചേ, കംപ്ലീറ്റ് ആയി. 50% നോ ലിമിറ്റോ? നെഹ്റു ഫാമിലിയും പ്രൈം മിനിസ്റ്റർ ഡ്രോട്ട് റിലീഫും. അതും പഠിച്ചോ. ഇതും 100% കിട്ടാം, 100 കിട്ടും, പക്ഷെ ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് ഞാൻ പറഞ്ഞുതരാം, അതവിടെ നിൽക്കട്ടെ. ഏതൊക്കെ രണ്ടെണ്ണം പഠിച്ചു വെച്ചോ. 2 പഠിച്ചാൽ മതി. ഫാമിലി പ്ലാനിംഗ് മാത്രം പഠിച്ചു വെക്കുക. ഒളിമ്പിക് അസോസിയേഷൻ, ഫാമിലി പ്ലാനിങ്. ഇത് 3ലും വരാത്തതെല്ലാം ഇതിലാ വരാം. ഇത് 3ലും അല്ലാത്ത, ഇപ്പോൾ മോസ്കിന് കൊടുത്ത്, ടെമ്പിളിന് കൊടുത്ത്, ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുത്ത്, ഏതിന് കൊടുത്താലും ഏതിലാ വരാം? നമ്മൾ കൊടുത്തതിൻ്റെ 50 കിട്ടുള്ളൂ. ബുക്സ് കൊടുത്താൽ കിട്ടൂലേ? ചില ക്വസ്റ്റിൽ ഞാൻ കാണുന്നുണ്ട് ബുക്സ് ഡൊണേറ്റ് ചെയ്തെന്ന്. ബുക്സ് ഡൊണേറ്റ് ചെയ്താൽ ഇതിൽ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. എന്തെന്നെ കൊടുക്കണം? ക്യാഷ് ആയിട്ടാണ്, ക്യാഷ് തന്നെ കൊടുക്കണം, ബൈ വേ ഓഫ് ചെക്ക് ഓർ ബാങ്ക് ട്രാൻസ്ഫർ. ഇതിൽ ലിമിറ്റ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം, നല്ലോണം കേട്ടോ. ഞാനൊരു എക്സാമ്പിൾ ചെയ്യാണ്. ഇതോടുകൂടി ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാ ആൾക്കാരോടും ഇതോടുകൂടി ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാനുണ്ട്, ക്വസ്റ്റ്യൻ നമ്പർ 15. ഫുൾ 80G ആണ്, ഫുൾ 80G ആണ്. അത് ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയേ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അവിടെ ഒന്ന് ശ്രദ്ധിച്ചോന്നോ. 80Gന്റെ ലിമിറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ,
നിങ്ങൾ GTA കണ്ടില്ലേ? GTA എങ്ങനെ കാണാം? 5 ഹെഡ്സ് ടോട്ടൽ ചെയ്താണ്. അതിൽ നിന്ന് എന്ത് ലെസ് ചെയ്യാം? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ത് ചെയ്യാം? ലെസ് ചെയ്യാം. ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C2 എക്സെപ്റ്റ് ചെയ്ത്. എടാ ഇത് സിമ്പിളാണ്. GTA ഇല്ലേ? GTA എന്തൊക്കെ ലെസ് ചെയ്യണം? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ലെസ് ചെയ്യണം. പിന്നെ 80C മുതൽ 80U വരെയുള്ള എല്ലാ ഡിഡക്ഷൻസും ലെസ് ചെയ്യണം. ചുരുക്കി പറഞ്ഞ 80G ലാസ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ. 80C ഞാൻ ഇപ്പോൾ എടുത്തത് അങ്ങനെ തന്നെയല്ലേ? 80C മുതൽ 80U വരെയുള്ള ഫുള്ള് ഡിഡക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തിലേക്ക് പോകാൻ പറ്റുള്ളൂ? 80G. അതുകൊണ്ടാണ് നമ്മളത് ആദ്യം ഫുൾ എടുത്തത്. ഇത് ഓക്കെ അല്ലേ? ഞാൻ അതിൻ്റെ സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇതിൻ്റെ 10% ആണ് ലിമിറ്റ്. ഇതിൻ്റെ 10% ആണ് ലിമിറ്റ്. അതിന് നമ്മൾ ക്വാളിഫയിങ് എമൗണ്ട് എന്നാ പറയാം. എന്താ പറയാം? 10% ഓഫ് GTA 10 ലക്ഷം എന്ന് കൂട്ടിക്കോ, LTCG 1 lakh, എല്ലാം കൂടി 2 lakh. ഇപ്പം എത്ര ഉണ്ട്? 10% ഓഫ് 7 lakh. ആൻസർ എത്രയാണ്? 70,000. ഇതാണ് ലിമിറ്റ്. എടാ ലിമിറ്റ് കാണാൻ അറിയാണ്ട് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. 80G ചെയ്യണോ? ലിമിറ്റ് കാണാൻ അറിയണം. ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിച്ചത്? GTA ഇല്ലേ? GTA ന്ന് 2 കാര്യങ്ങൾ ലെസ് ചെയ്യണം. ഏതൊക്കെ? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് ലെസ് ചെയ്യാം. പിന്നെ ഏത്? എല്ലാ ഡിഡക്ഷൻസും എക്സെപ്റ്റ് ചെയ്ത് 80G മാറ്റി വെച്ചാള് ബാക്കി എല്ലാം ഡിഡക്ട് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് ഇത് 7 lakh. അതിൻ്റെ എത്ര ശതമാനം? അതിനെ വിളിക്കുന്ന പേരാണ് ക്വാളിഫയിങ്. ഇതാണ് ലിമിറ്റ്. ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് പറയട്ടെ. എടാ ശ്രദ്ധിക്കണേ, ഇത് അപ്ലൈ ചെയ്യുന്നതും കൂടി അറിഞ്ഞാലേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ലിമിറ്റ് കണ്ടുപിടിക്കാൻ പഠിച്ചോ? എന്താ ഇക്വേഷൻ? എന്താണ്? GTA മൈനസ് LTCG മൈനസ് എല്ലാ ഡിഡക്ഷൻസും. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് ഇല്ലേ, അതിൻ്റെ എത്ര ശതമാനം എടുക്കണം? 10%. എന്ന് പറഞ്ഞാൽ ആ കിട്ടിയ എമൗണ്ടിൻ്റെ 10%-നാണ് ക്വാളിഫയിങ് എമൗണ്ട്. ഇത് ഓക്കെ അല്ലേ? ഇതാണ് ലിമിറ്റ്. ഞാൻ എന്ത് ചെയ്ത് കേരള ഗവൺമെൻറ് ഫാമിലി പ്ലാനിങ്ങിലേക്ക് വേണ്ടിയിട്ട് 50,000 കൊടുത്ത്. എത്ര കൊടുത്ത്? നമുക്കറിയാം ഫാമിലി പ്ലാനിങ് 100%. പക്ഷെ വിത്ത് ലിമിറ്റാണ്. ഞാൻ കൊടുത്ത എമൗണ്ട് എത്ര? 50,000. ആർക്കാ കൊടുത്തത്? കേരള ഗവൺമെൻറ്റിന്. എന്തിനു വേണ്ടിയിട്ടാ? ഫാമിലി പ്ലാനിങ്. ലിമിറ്റിനേക്കാൾ കുറവല്ലേ ഞാൻ കൊടുത്ത എമൗണ്ട്? ഞാൻ കൊടുത്ത എമൗണ്ട് എത്ര? എനിക്കിത് ഫുള്ള് ഡിഡക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റുമോ? ലിമിറ്റിനേക്കാൾ കുറവല്ലേ? എടാ 100% വിത്ത് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാം? ലിമിറ്റിനേക്കാൾ കുറവാണെങ്കിൽ പ്രശ്നമില്ല, ഫുള്ള് ക്ലെയിം ചെയ്യാം. അപ്പോൾ ഈ 100% 50,000 എനിക്ക് എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാം. അത് പഠിച്ചോ? ഇനി ബാലൻസ് എത്ര ഉള്ളതെന്ന് ചെക്ക് ചെയ്യും. ഇനി ലിമിറ്റിൽ എത്ര ബാലൻസ് ഉള്ളത്? ലിമിറ്റ് കുറയും എന്ന് പറഞ്ഞാൽ 70 ആണ് നമ്മളെ ലിമിറ്റ്. അതിൽ 50,000 ഫാമിലി പ്ലാനിങ് ആയിട്ട് ഞാൻ 100% കാണിച്ചു. ഇനി ലിമിറ്റ് 20,000 ഉള്ളൂ. അത് കുറഞ്ഞു വരും. ആ സാധനം തലയിൽ കയറണം. ക്ലിയർ? ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? GTA മൈനസ് LTCG മൈനസ് 80C to 80U. അതിൻ്റെ 10%. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ അല്ല? ഈ ഇക്വേഷൻ ഓക്കെ അല്ല? GTA എങ്ങനെ കിട്ടാന്ന് അറിയില്ലേ? 5 ഹെഡ്സ് ടോട്ടൽ ചെയ്യാം. എടാ ഒന്ന് ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞുതരാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. 5 ഹെഡ്സ് ടോട്ടൽ ചെയ്യുന്നതിനാണ് എന്ത് പറയാം? GTA. അതിൽ നിന്ന് എന്തൊക്കെ മൈനസ് ചെയ്യണം? LTCG മൈനസ് ചെയ്യണം. ഇതുവരെ നമ്മൾ പഠിച്ച എല്ലാ ഡിഡക്ഷൻസും മൈനസ് ചെയ്യണം. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് ഇല്ലേ, അതിൻ്റെ 10% എടുക്കണം. അപ്പോൾ കിട്ടുന്ന എമൗണ്ടിൻ്റെ 10%. ആ ഇക്വേഷൻ തൊട്ട് താഴെ ഉണ്ട് ഇല്ലേ? അതിൻ്റെ തൊട്ട് താഴെ ഇക്വേഷൻ ഉണ്ട്, സെയിം ഇക്വേഷൻ. അതിൻ്റെ 10%ആണ് എന്ത് എമൗണ്ട്? അത് ഓക്കെ ആണോ? അപ്പോൾ നിങ്ങളെല്ലാവരും ക്വാളിഫയിങ് എമൗണ്ട് കണ്ടുപിടിക്കാൻ പഠിച്ചോ? ആ ക്വാളിഫയിങ് എമൗണ്ട് ആണ് ലിമിറ്റ്. 70,000 എന്ന് പറയുന്നതിനാണ് എന്ത് പറയാം? ലിമിറ്റ് കണ്ടുപിടിച്ചോ? ഇനി നോക്ക്, കേരള ഗവൺമെൻറ് എത്ര നമ്മൾ കൊടുത്തത്? ഫാമിലി പ്ലാനിങ് അല്ലേ? എത്ര ശതമാനം വരെ കിട്ടും? 100%. ഇത് ലിമിറ്റിനേക്കാൾ കുറവല്ലേ? 100% നിങ്ങൾക്ക് എടുക്കാം. 50,000 ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം. 80G പ്രകാരം 50,000 ഡിഡക്ഷൻ എടുക്കാം. ഇപ്പം ലിമിറ്റ് എത്രയായി? അതെങ്ങനെ 20 ആയി? ഇതായിരുന്നു ലിമിറ്റ്. അതിൽ 50,000 നിങ്ങൾ ക്ലെയിം ചെയ്തു, 100% ക്ലെയിം ചെയ്തു. ഇനി എത്ര ബാക്കിയുള്ളത്? ഇനിയാണ് ഞാൻ ചാരിറ്റബിൾ ഡൊണേഷൻ ചെയ്തത് 30,000 രൂപ. എത്ര? അത് ലിമിറ്റിനേക്കാൾ കൂടുതലല്ലേ? ഇവിടെ ഞാൻ സാധാ ഡൊണേഷൻ ചെയ്ത് ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുത്ത എമൗണ്ട് എത്രയാണ്? 30,000. കൊടുത്ത എമൗണ്ട് എത്ര? നമ്മൾ ലിമിറ്റ് എത്ര? എനിക്ക് എത്ര ഡിഡക്ഷൻ കിട്ടാം? ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലെയിം 50%. 100 കിട്ടൂല, 50 കിട്ടുള്ളൂ. ഞാൻ കൊടുത്ത എമൗണ്ട് എത്ര? 30,000. ലിമിറ്റ് എത്ര? 20,000. എനിക്ക് എത്ര ഡിഡക്ഷൻ കിട്ടാം? 15,000. അത് എന്തുകൊണ്ടാണ്? 30,000-ന് 50% എടുത്തോണ്ടല്ലേ? അത് തെറ്റാണ്. കാരണം ഞാൻ പറഞ്ഞുതരാം.
നമ്മൾ 50% എടുത്തതിന് ശേഷമല്ല ലിമിറ്റ് നോക്കാം. ഞാൻ കൊടുത്ത എമൗണ്ട് എത്ര, ലിമിറ്റ് എത്ര, അതാ കമ്പയർ ചെയ്യാം. ഇതിലേതാ ലോവർ? അതിൻ്റെ 50% ആയ 10,000 കിട്ടും. ഒന്നും കൂടി പറയാം. ലിമിറ്റ് എത്ര? ഞാൻ കൊടുത്ത ഡൊണേഷൻ എത്ര? ഇതിൽ ലോവർ ഏതാ? അതിൻ്റെ 50% കിട്ടുക. വിച്ച് എവർ ഈസ് ലോവറിൻ്റെ 50% കിട്ടുക. വിച്ച് എവർ ഈസ് ലോവർ ഏതാ? അതിൻ്റെ 50% എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഞാൻ കൊടുത്തത് 10,000 ആണെങ്കിലോ ലിമിറ്റ് എത്ര ഉള്ളത്? ആ 10,000-ന് 50 ഡയറക്റ്റ് എടുക്കാം. ലിമിറ്റിനേക്കാൾ കൂടുതൽ ഡൊണേഷൻ വരാൻ പാടില്ല. വന്നാൽ ലിമിറ്റിന് 50 കിട്ടുള്ളൂ. ലിമിറ്റിനേക്കാൾ കുറവാണെങ്കിലോ അതിന് 50 ഡയറക്റ്റ് എടുക്കാം. ഇത് ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ നമ്പർ 15 ചെയ്തോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഈ ചാപ്റ്റർ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 15 ഇവിടെ എല്ലാവരും ക്വസ്റ്റ്യൻ നമ്പർ 15 എടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 15 അണ്ടർ സെക്ഷൻ 80G ആണ്. ഇതോടുകൂടി ബ്രേക്കാണ്. ഈ ക്വസ്റ്റ്യനോട് കൂടി ഇത് 80Gൻ്റെ ഒരൊറ്റ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ബ്രേക്കാണ്. ലഞ്ച് ബ്രേക്ക് തരാം 1 hour. എന്ത് നാളത്തതും കൂടി ഇന്ന് തിന്നാനുള്ള പ്ലാൻ ഉണ്ടോ? എന്നാ 1.5 എടുത്തോ. നാളെ നിങ്ങൾ 1.5 മണിക്കൂർ എടുത്താൽ പ്രശ്നമില്ല. പക്ഷെ ഇന്ന് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ തേടും. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, 1.5 മണിക്കൂർ നിങ്ങൾക്ക് എടുക്കാം. എനിക്ക് അത്രയും കുറഞ്ഞ ടൈമിൽ ക്ലാസ് എടുത്താൽ പോരെ? ബ്രേക്ക് ടൈമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ബ്രേക്കിൻ്റെ ഹവേഴ്സോ? 1:15. എന്തായാലും ഇത് ചെയ്യും, നമുക്ക് നോക്കാം എത്ര മണിക്കാണ് ബ്രേക്ക്. ഇത് പെട്ടെന്ന് ചെയ്യും. GTA എത്ര? GTA എടാ GTA ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്ര നോക്ക്? 8,47,000. എടാ കോൺട്രിബ്യൂഷൻ ടു നാഷണൽ ചിൽഡ്രൻസ് ഫണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റോ? എത്ര ക്ലെയിം ചെയ്യാം? 100%, നോ ലിമിറ്റ്. അപ്പോൾ ഫുള്ള് ക്ലെയിം ചെയ്യാം. എടാ ഹെഡിങ് എന്താണ്? കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിഡക്ഷൻ അവൈലബിൾ അണ്ടർ സെക്ഷൻ 80G. കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിഡക്ഷൻ അവൈലബിൾ അണ്ടർ സെക്ഷൻ 80G. അതിൽ ഏതൊക്കെ കിട്ടും? 80Gയിൽ ഫസ്റ്റ് വൺ കോൺട്രിബ്യൂഷൻ ടു. എടാ എല്ലാ നാഷണൽ ഫണ്ടിൻ്റെയും പ്രത്യേകത എന്താ? നിങ്ങൾക്ക് എത്രയാണോ ക്വസ്റ്റ്യനിൽ തന്ന എമൗണ്ട് അത് ഫുള്ള് ക്ലെയിം ചെയ്യാം. നാഷണൽ ചിൽഡ്രൻസ് ഫണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിൽ ഇത്രേ ചോദിച്ചിട്ടുള്ളൂ. ഡിഡക്ഷൻ അവൈലബിൾ അണ്ടർ സെക്ഷൻ 80G പ്രകാരം എത്ര ഡിഡക്ഷൻ എടുക്കാം, അപ്പോൾ അത് മാത്രം ചെയ്താൽ മതി. GTA നമുക്ക് ലിമിറ്റ് കാണാനാണ്. ആ അടിയിൽ ഞാൻ കാണിച്ചു തരാം. എടാ GTA തന്ന എന്തിനാ? ലിമിറ്റ് കാണാനാ. അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ചിൽഡ്രൻസ് ഫണ്ട് എത്ര? നാഷണൽ ചിൽഡ്രൻസ് ഫണ്ട് എടാ എത്ര വരുന്നത്? പിന്നെ നെക്സ്റ്റ് പ്രൈം മിനിസ്റ്റർ നാഷണൽ റിലീഫ് ഫണ്ട്. റിലീഫ് ഫണ്ട് ഫുൾ എത്ര കിട്ടും? എടാ എല്ലാ നാഷണൽ ഫണ്ടും 100%, റിലീഫ് ഫണ്ടും എത്ര കിട്ടും? 100%. അപ്പോൾ എത്ര വരാം? ഡൊണേഷൻ ടു PM നാഷണൽ റിലീഫ് ഫണ്ട്. $16,000. പിന്നെ പൊളിറ്റിക്കൽ പാർട്ടി G അല്ല. എടാ അത് നോട്ട് ചെയ്ത് വെക്കണേ. 80Gൻ്റെ കാൽക്കുലേഷൻ ചോദിച്ചാൽ അത് എടുക്കാൻ പറ്റുമോ? പൊളിറ്റിക്കൽ പാർട്ടി എന്തിൻ്റെ അണ്ടറിലാണ് വരാം? 80GGC. സ്ഥിരമായിട്ട് വരുന്ന ഒന്നാ പൊളിറ്റിക്കൽ പാർട്ടി GGC. എടുക്കരുത്, അതവിടെ വെച്ചോ. ഇത് എന്തിനാ തന്നറിയോ? ക്വാളിഫയിങ് എമൗണ്ട് കാണണ്ടേ? ക്വാളിഫയിങ് എമൗണ്ട് GTA മൈനസ് LTCG മൈനസ് 80C to 80U. അതിൽ പെട്ടതാ GGC. ഇത് മൈനസ് ചെയ്യണം. ഏതിന്നും GTA. അതിലേക്ക് നമുക്ക് വരാം. ഇതവിടെ നിൽക്കണം. ഇതിപ്പോൾ എടുക്കണ്ട, Gയിൽ എടുക്കണ്ട. GGC സെപ്പറേറ്റ് ഡിഡക്ഷൻ ആണ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടി സെപ്പറേറ്റ് ഡിഡക്ഷൻ ആണ്. ഏതാ ഡിഡക്ഷൻ? GGC ആണ്. ഏതില?
ഇല്ല ഇല്ല, ഇതിലെടുക്കണ്ട. ഇത് നമ്മളോട് ചോദിച്ച എന്താ, ഹെഡിങ് നോക്ക്. നമ്മളോട് ചോദിച്ച എന്താ, ഡിഡക്ഷൻ അവൈലബിൾ അണ്ടർ സെക്ഷൻ 80G. ജിയിൽ എന്തൊക്കെ വരാന്ന ചോദ്യം, അതുകൊണ്ട് എടുക്കണ്ട. ജിയിൽ എന്തൊക്കെ വരാന്ന് ചോദിച്ചാൽ മറ്റൊന്നും നമ്മൾ എടുക്കണ്ട, റൈറ്റ്. നെക്സ്റ്റ് വൺ ഏതാ, നെക്സ്റ്റ് വൺ ഡൊണേഷൻ ടു, അതെന്തിൻ്റെ അണ്ടറിലാണ് നിങ്ങൾ പഠിച്ചത്, 50% നോ ലിമിറ്റ്. ഓക്കെ, ഡൊണേഷൻ ടു PM ഡോട്ട് റിലീഫ് ഫണ്ട്. എത്ര കിട്ടാം, 50%. എത്ര നമ്മൾ പേ ചെയ്തത്, 38,000. അതിന്റെ 50% എത്ര, 19,000. നെക്സ്റ്റ് വൺ ഏതാ, ഡൊണേഷൻ ടു, എത്ര കിട്ടും, നെഹ്റു ഫാമിലി, ഹാഫ് അല്ലേ, ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ട്രസ്റ്റ് 50%, 6,000. ഇതൊക്കെ എത്ര പെർസെൻറ്റേജാ, 100. മറ്റേ രണ്ടും എത്രയാണ്, 50-50. ഓക്കെ, നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് വൺ ഡിസ്ട്രിക്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഫോർ പ്രൊമോഷൻ ഓഫ്, ഫാമിലി പ്ലാനിങ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. എത്ര വരെ, 100% വരെ. പക്ഷെ അത് വിത്ത് ഒരു കാര്യം നിങ്ങൾ ഇവിടെ കാണണം. അതേതാ, നിങ്ങളെല്ലാവരും ഞാൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്തോ, ക്വാളിഫയിങ് എമൗണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത്, എങ്ങനെ ക്വാളിഫയിങ് എമൗണ്ട് കാണാം, 10% ഓഫ് GTI മൈനസ് LTCG മൈനസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U except 80G. എത്ര വരുന്നത് നോക്ക്. GT എത്ര ക്വസ്റ്റ്യൻ തന്നത്, 8,47,000. LTCG ഉണ്ടോ ക്വസ്റ്റ്യനിൽ, LTCG ഇല്ലല്ലോ. പക്ഷെ എന്തുണ്ട്, 80GGC ഉണ്ട്. എത്ര GGC ഉള്ളത്, 12,000 ഉണ്ട്. 80GGC ഉണ്ട്. അപ്പോൾ എത്ര ആൻസർ വരുന്നത്, 10% ഓഫ് 8,35,000 ആണോ, 8,35,000. അപ്പോൾ ക്വാളിഫയിങ് എമൗണ്ട് കിട്ടി. ഇവിടെ എത്ര ക്വാളിഫയിങ് എമൗണ്ട്, ക്വാളിഫയിങ് എമൗണ്ട് ഈസ് ഈക്വൽ ടു 8,35,000. സോറി, 10% ഓഫ് 8,35,000 എത്ര വരുന്നത്, 83,000. ഇത് ഓക്കെ ആണോ, ക്വാളിഫയിങ് എമൗണ്ട് മനസ്സിലായില്ല. GTI ക്വസ്റ്റ്യനിലുണ്ട്, അതിൽ നിന്ന് രണ്ട് കാര്യങ്ങളാണ് ലെസ് ചെയ്യേണ്ടത്. ഏതൊക്കെ, LTCG അത് ക്വസ്റ്റ്യനിലില്ല. പിന്നെ ബാക്കി എല്ലാ ഡിഡക്ഷൻസും 80G അല്ല, ബാക്കി എല്ലാ ഡിഡക്ഷൻസും ഈ ക്വസ്റ്റ്യനിൽ ഒറ്റ ഡിഡക്ഷനെ തന്നിട്ടുള്ളൂ, GGC പൊളിറ്റിക്കൽ പാർട്ടീൻ്റെ, അത് ഡിഡക്റ്റ് ചെയ്യുക. ആ കിട്ടുന്ന എമൗണ്ടിന്റെ 10% ലിമിറ്റ്. ആ ആൻസറിന്റെ 10% ലിമിറ്റ്. അപ്പൊ ലിമിറ്റ് എത്രയാണ് അല്ലേ, ഫാമിലി പ്ലാനിങ്ങിന് നമ്മൾ കൊടുത്തത് എത്ര, എടാ ഫാമിലി പ്ലാനിങ്ങിന് നമ്മൾ കൊടുത്തത് എത്രയാണ്. അപ്പൊ അത് ഫുള്ള് കിട്ടൂലേ, അതെന്തുകൊണ്ടാ, ലിമിറ്റിനേക്കാൾ കുറവാണ്. അപ്പൊ നമ്മൾ ഇവിടെ ലെസ് ചെയ്യണത്, ലെസ് ഫാമിലി പ്ലാനിങ്. ഇനി ബാലൻസ് എത്രയാണെന്ന് ചെക്ക് ചെയ്യണം. എടാ ഫാമിലി പ്ലാനിങ് എത്ര എമൗണ്ട്, അത് ലെസ് ഇനി എത്ര വരുന്നത്, 75,500. അത് നമുക്ക് ഇവിടെ എടുക്കാം, നേരത്തെ ഇവിടെ എടുക്കാം. എന്ത് പറഞ്ഞിട്ട് എടുക്കാം, ഡൊണേഷൻ ടു ഡിസ്ട്രിക്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഫോർ ഫാമിലി പ്ലാനിങ്. എത്ര എമൗണ്ട്, 8,000. അത് ഫുള്ള് കിട്ടിയേ, അത് ഫുള്ള് നമ്മൾ ക്ലെയിം ചെയ്തു. എടാ ഇനി ബാലൻസ് എത്ര ഉള്ളത് നോക്ക്, ഇനി ബാലൻസ് എത്ര ഉള്ളത്, 75. ഇനി എന്താ അടുത്തത് നോക്ക്, നെക്സ്റ്റ് വൺ ഏതാ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന് നമുക്ക് ഫുള്ള് കിട്ടൂലേ, 100%. എത്ര അവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്ത എമൗണ്ട്, അപ്പൊ അതും നമുക്ക് ഫുള്ള് കിട്ടും. ഒളിമ്പിക് അസോസിയേഷൻ എത്ര എമൗണ്ട്, 4,000. ഇനി ലിമിറ്റിൽ എത്ര ബാക്കിയുണ്ട്, ഇനിയും ലിമിറ്റിൽ എത്ര ബാക്കിയുണ്ട്,
ലിമിറ്റ് കുറഞ്ഞു വരും. ഓരോ ഡൊണേഷൻസും ക്ലെയിം ചെയ്യുമ്പോൾ ലിമിറ്റ് എന്താവും? കുറഞ്ഞു വരും. ഇപ്പൊ എത്ര നമ്മൾ ഡൊണേറ്റ് ചെയ്തത്? ഡൊണേഷൻ ടു ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ എത്ര വരുന്നത്? 4,000. Then last and final donation to approved NGO. ഇത് നമുക്ക് ഫുള്ള് കിട്ടോ? ഇല്ലേ? എത്ര കിട്ടുള്ളൂ? 50%. എന്തിൻ്റെ? ഡൊണേഷൻ എത്രയാണ്? 32. ഇത് ലിമിറ്റിനേക്കാൾ കുറവല്ലേ? അതുകൊണ്ട് അതിൻ്റെ 50 ആയി എത്ര എടുക്കാം? 16,000 എടുക്കാം. എടാ ക്വാളിഫയിങ് എമൗണ്ട് എത്ര ഉണ്ട് ഇനിയും? എത്ര ഉണ്ട്? 75,500. നമ്മൾ ഡൊണേറ്റ് ചെയ്ത എമൗണ്ട് എത്ര? 32. ഏതാ ലോവർ? 32 അപ്പൊ അതിന്റെ 50. ഏതാ ലോവർ? അതിന്റെ 50 കിട്ടും. ഇതിനാണ് ലിമിറ്റ് എന്ന് പറയാം. ആദ്യം 100% ഒക്കെ ലിമിറ്റിൽ നിന്ന് എടുക്കാം. എന്നിട്ട് ലിമിറ്റ് കുറഞ്ഞപ്പോൾ എത്രയായി? 71,500. പക്ഷെ നമ്മൾ കൊടുത്ത ഡൊണേഷൻ എത്ര? വിച്ച് എവർ ഈസ് ലോവർ, ഇതല്ലേ ലോവർ, അതിന്റെ 50 ക്ലെയിം ചെയ്യാം. വിച്ച് എവർ ഈസ് ലോവറിന്റെ 50 ക്ലെയിം ചെയ്യാം. ഇത്രയും ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80G. amount of deduction amount of deductions available under section 80G. എത്ര വരുന്നത് ടോട്ടൽ? 93,000. ഇതാണ് ആൻസർ. ഇതാണ് അതിൻ്റെ ആൻസർ. 80G ഡിഡക്ഷൻ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഏതാന്ന് ചോദിച്ചാൽ ഡിഡക്ഷൻസ് ആണ്. 3 ചാപ്റ്ററിൽ ചാപ്റ്റർ 1, 2, 3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാ? ചാപ്റ്റർ 2 ആയിട്ടുള്ള ഡിഡക്ഷൻസ് ആണ്. ഇപ്പോൾ 2 ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ചാപ്റ്റർ 1 കംപ്ലീറ്റഡ്, ചാപ്റ്റർ 2 കംപ്ലീറ്റഡ്. ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്ന, പേടിക്കേണ്ട. ചാപ്റ്റർ 3 എല്ലാ ക്വസ്റ്റ്യൻസിലും എന്തുണ്ടാവും? എന്തെങ്കിലുമൊക്കെ ഡിഡക്ഷൻസ് ഉണ്ടാവും. അതിൽ നമുക്ക് റിവൈസ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം. 2:15 സ്റ്റാർട്ട് ചെയ്യും.